ഇത് ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവചനമാണിത്. നമ്മെ ശുദ്ധീകരിക്കുക, വിശുദ്ധിയുള്ളവരായി തീരുക, ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ ചിന്തകളെല്ലാം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ദിസ് വിൽ ബി അവർ സബ്ജക്റ്റ് ടുഡേ. ഇന്നത്തെ ചിന്താവിഷയം ഇതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം, നമ്മൾ വിശുദ്ധിയുള്ളവരായി തീരണം. അശുദ്ധിക്കല്ല, വിശുദ്ധിക്കത്തെ അത്രേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് 15 ദിവസത്തെ നൊയമ്പ് നോറ്റ് ശൂനോയ പെരുന്നാളിലേക്ക് കടക്കുന്നതായ ദിവസങ്ങളാണല്ലോ ഇത്. പരിശുദ്ധ അമ്മയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ തൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ ഒരു യാഗമായി അമ്മ സമർപ്പിച്ചു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ, നിന്റെ ഹിതം പോലെ, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഇപ്പോൾ ദൈവത്തിൻ്റെ ഹിതമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ദൈവഹിതമുണ്ട്. ഇന്ന് ഈ പുതുപ്പള്ളി പള്ളിയിൽ വന്നിരിക്കുന്ന എല്ലാവരും, ഇന്നല്ല എന്നും ഈ പള്ളിയിൽ വരുന്ന എല്ലാവർക്കും അനേക പ്രതിസന്ധികളുണ്ട്. ഇവിടെ കടന്നു വരുന്ന എല്ലാവരും കണ്ണുനീരുമായിട്ട് കടന്നു വരുന്നവരാ കൂടുതൽ പേരും. എന്നാൽ കണ്ണുനീരിന് വിടുതൽ നൽകിയതിൽ സന്തോഷം അർപ്പിക്കാനായി, നന്ദി അർപ്പിക്കാനായി കടന്നു വരുന്നവരുമുണ്ട്. എങ്കിലും നമ്മൾ ഈ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിക്കുമ്പം എനിക്കും നിങ്ങൾക്കുമെല്ലാം അനേക പ്രതിസന്ധികളുണ്ട്. എന്നാൽ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് പോലെ 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ അവൻ പരീക്ഷയോടുകൂടി, ബാക്കി പറയാവോ, പോക്കുവഴിയുമുണ്ടാക്കും. പരീക്ഷകളുണ്ട്, പക്ഷെ അതിനൊരു പോക്കുവഴിയുണ്ട്. പൂട്ടുകളുണ്ട്, പക്ഷെ അതിനൊരു താക്കോലുണ്ട്. പ്രതിസന്ധികളും കുരുക്കുകളും ഒക്കെ ഉണ്ട്, വിടുതലിനുള്ള മാർഗമുണ്ട്. അതൊന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോഴാണ്. എനിക്ക് തോന്നുന്നു ധ്യാനത്തിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു വാക്യം, എനിക്ക് തോന്നുന്നു വേറെ എന്തൊക്കെ നമ്മൾ ഡെഫിനിഷൻ ഒരു ധ്യാനത്തിന് കൊടുത്താലും പറ്റുകയില്ലാത്തൊരു വാക്യം വേദപുസ്തകത്തിലുണ്ട്. അത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യമാണ്. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 31. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യം ഒന്ന് വായിച്ചേ. കർത്താവും ശിഷ്യന്മാരും ഇങ്ങനെ ശുശ്രൂഷ എല്ലാം ചെയ്ത് നടക്കുക. നിങ്ങൾക്കറിയാം, കർത്താവ് ഇന്നിവിടെ വന്നിരിക്കുന്നവരുടെ അത്രയും പോലും പൈസ കർത്താവിൻ്റെ കയ്യിൽ എടുക്കാനില്ല. നിങ്ങൾ വലിയ പരാതി പറയാൻ വന്നേക്കുമല്ലേ ദൈവാലയത്തിൽ? നിങ്ങൾ ആരുടെ മുമ്പിലാണ് വന്നിരിക്കുന്നത്? 5 പൈസ കയ്യിലെടുക്കാനില്ല. നിങ്ങൾ ഇന്നിട്ടിരിക്കുന്ന ഉടുപ്പല്ലാതെ മറ്റൊരു ഉടുപ്പൂടെ നിങ്ങളുടെ വീട്ടിലില്ലേ? ഇല്ലേ? ഉണ്ട്. പക്ഷേ ഒറ്റ ഉടുപ്പ് ഇട്ടുകൊണ്ട് 3.5 വർഷക്കാലം ശുശ്രൂഷിച്ചവൻ്റെ അടുത്ത് ഒരു സിംഗിൾ പെന്നി, ഒരൊറ്റ രൂപ കയ്യിലെടുക്കാനില്ലാത്ത ആളിൻ്റെ അടുത്ത്. പക്ഷേ അവൻ്റെ ജീവിതത്തെ തിരിച്ചറിയുകയും തൻ്റെ വിശുദ്ധി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോന്ന് ചോദിച്ചപ്പോൾ പോക്കറ്റിൽ ഒരു നാണയം ഇല്ലാഞ്ഞിട്ട് അയലോക്കത്ത് ഇന്നവനോട് എന്നാ ചെയ്തത്? കടം മേടിച്ചത് താൽക്കാലികമായി തിരിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകും. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കടന്നു പോകുന്ന കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പോവുക. അവിടെ മറ്റുള്ളവരുടെ വേദനയും പ്രയാസവും ദുഃഖവും ദുരിതവും തീർക്കാൻ തക്കവണ്ണം കർത്താവ് ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. വായിച്ച് മർക്കോസ് 6:31. വരുന്നവരും പോകുന്നവരും വളരെ ആയിരിക്കാൻ കണ്ടോ, അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ല. കർത്താവും ശിഷ്യന്മാരും അവരുടെ അടുത്ത് വരുന്നവരും പോകുന്നവരും ഒത്തിരി പേരാണ്. ചില സമയത്ത് ഞാനിവിടെയും ഇപ്പോഴും നമ്മളിങ്ങോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ, പുതുപ്പള്ളിപ്പള്ളിയിൽ ഒരു വൈദികൻ ഇവിടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ധാരാളം പേര് പെട്ടെന്നൊരു ലൈനപ്പ് ആവും. ഇവിടെ എല്ലാവരും തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ, അവരുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ. കർത്താവ് ആയിരക്കണക്കിന് ജനങ്ങളുടെ നടുവിലൂടെ നടന്നു. വരുന്നവരും പോകുന്നവരും വളരെ ആകൊണ്ട് അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായതുകൊണ്ട് എന്നാ ചെയ്തു? അവൻ അവരോട്, യേശുക്രിസ്തു പറഞ്ഞു, എന്നാ പറഞ്ഞു? നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന്, ഈ പറയുന്ന വാക്കുകൾക്കൊക്കെ വലിയ അർത്ഥമാണ് കേട്ടോ, അതുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി എന്നാണോ പറഞ്ഞേ?
പോയി എന്നല്ല, വന്നെന്ന് അർത്ഥമുണ്ട്. നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്രയമുള്ളുവിൻ. നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിൽ വരികയും പോവുകയും ചെയ്യുന്ന കാര്യങ്ങൾ, ധാരാളം പ്രശ്നങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ധാരാളം, ഒത്തിരി വിഷയങ്ങൾ വരുന്നു, ധാരാളം വിഷയങ്ങൾ പോകുന്നു. പോകാതിരിക്കുന്ന വിഷയങ്ങളെ ഒട്ടും സമയമില്ല നമുക്ക്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് സ്ട്രെസ്ഡാണ്, വലിയ പ്രതിസന്ധിയാണ്. അപ്പൊ കർത്താവ് പറഞ്ഞൊരു സൊല്യൂഷൻ പറഞ്ഞത് ഇതാ, ഏറ്റവും വലിയ ധ്യാനം. ദിസ് ഈസ് റിയൽ റിട്രീറ്റ്. ഇതാണ് യഥാർത്ഥ ധ്യാനം. എന്താ പറഞ്ഞേ? നിങ്ങളൊരു ഏകാന്ത സ്ഥലത്തെ വേറിട്ട് പോയിയല്ല, വന്ന്. ഈ പറയുന്ന ആള് വന്ന് എന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന ആളവിടെ, മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? വചനത്തിന്റെ ആഴം മനസ്സിലാകുന്നുണ്ടോ? എവിടെയെങ്കിലും പൊക്കോളാന്നല്ല പറഞ്ഞേ, വേറിട്ട് വന്നേ. എന്നാൽ ഞാൻ അവിടെ ഉണ്ട്. കർത്താവ് ഉള്ളിടത്തേക്ക് വരണം. എങ്ങോട്ടാലും പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇന്ന് ഈ ധ്യാനത്തിന് വന്നിരിക്കുന്നവർ ചെയ്തിരിക്കുന്ന ആ കാര്യമാണ്. ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് എന്നാ അല്പം ആശ്വസിച്ചു കൊള്ളുവി. ഇതാണ് യഥാർത്ഥ ധ്യാനം, ഇതാണ് യഥാർത്ഥ റിട്രീറ്റ്. അതിനുവേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന എന്ന് പറഞ്ഞാൽ കർത്താവോടുണ്ട്. കർത്താവുള്ള ദൈവത്തിന്റെ ആലയത്തിലാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് പ്രത്യേകിച്ച് ഓർക്കണം. അതുകൊണ്ട് ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചോളൂ. നിങ്ങളുടെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ: കർത്താവേ, ഞങ്ങളുടെ സാമ്പത്തിക ഭാരം, കുഞ്ഞിൻ്റെ വിഷയം, ഭർത്താവിൻ്റെ പ്രശ്നം, ഭാര്യയുടെ പ്രശ്നം, കുഞ്ഞുങ്ങളുടെ പ്രതിസന്ധി, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ഞങ്ങൾക്ക് ഇച്ചിരി എന്നാ തരണം? അല്പം ആശ്വാസം, അല്പം ആശ്വാസം തരണം കർത്താവേ. അതിനുവേണ്ടി നിങ്ങൾ വന്നിരിക്കും. നല്ല ഇടം. എൻ്റെ കുറച്ച് നാളൊക്കെ ഇവിടുത്തെ ശുശ്രൂഷയിലുള്ളായിരുന്നെങ്കിലും ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ട്. എല്ലാം കൂടെ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെയൊക്കെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഇവിടെ യേശു ക്രിസ്തു മാത്രമല്ല, ഈ ഏകാന്ത സ്ഥലം, ഈ ദൈവാലയം, ഇവിടെ ആരൊക്കെ ഉണ്ടെന്നൊന്ന് വായിച്ചേ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹീബ്രൂസ് ചാപ്റ്റർ നമ്പർ 12. പിന്നെയോ സിയോൻ പർവ്വതത്തിനും, എനിക്കൊന്ന് 21-ാം വാക്യം മുതലായിരിക്കണം. എബ്രായർ 12-ന്റെ പിന്നെയോ സിയോൻ പർവ്വതത്തിനും 22-ാം വാക്യം അവിടെ മുതലൊന്ന് വായിച്ചേ. നിങ്ങൾ വന്നിരിക്കുന്ന ഇവിടെ ആരൊക്കെ അവിടെ ഉണ്ടെന്നും മനസ്സിലാവും. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും, എന്ന് പറഞ്ഞാൽ ഓരോ ആരാധനാ സ്ഥലവും ഈസ് എ റിപ്ലിക്ക ഓഫ് ഹെവൻലി ജെറൂസലേം. എല്ലാ സ്വർഗീയ യെരൂശലേമിന്റെയും ഒരു മോഡലാണ് ഈ ദൈവാലയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സ്വർഗീയ യെരൂശലേമിനും പിന്നെ അനേകായിരം ദൂതന്മാരുടെ സർവ സംഘത്തിനും. ഇപ്പൊ ഇവിടെ ആരുണ്ട്? അനേകായിരം ദൂതന്മാരുടെ സർവസംഘമുണ്ട്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ, എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതി, ആ ന്യായാധിപതി ഇരിക്കുന്ന സ്ഥലം, ആ ന്യായാധിപതി ഇരിക്കുന്ന സ്ഥലത്തിനാണ് ത്രോൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ മദ്ബഹായിലുള്ളത് എന്തെന്ന് പറയുന്നത്? ത്രോണോസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ന്യായാധിപതി ഇരിക്കുന്ന സ്ഥലമാണ് ത്രോണോസ്. അതിന് മുമ്പാകെയാ സ്വർഗീയ ഈ ദൈവാലയത്തിൽ വരുമെന്ന് പറഞ്ഞ് ഇതെല്ലാം ഉണ്ട് അവിടെ. ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ ഇതിനെപ്പറ്റി പറയുന്നത്. നമുക്ക് അത്രയൊന്നും പോകണ്ട, സിമ്പിളായിട്ട് നമുക്കിത് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ട്. യേശു ക്രിസ്തു, പിതാവാം ദൈവം, പിന്നെ ബാക്കി കൂടെ വായിച്ചപ്പോൾ മനസ്സിലാവും. എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. ആരായി സിദ്ധന്മാരായ നീതിമാന്മാർ? എപ്പോഴാ സിദ്ധത ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ആകയാൽ കഷ്ടത പറ സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും. സിദ്ധന്മാരായ നീതിമാന്മാരാണെങ്കിൽ ഇച്ചിരി പണിയുണ്ട്. എന്നൊക്കെ വേണം തുടങ്ങുന്ന എന്നാത്തല്ല, ധൈര്യമായിട്ട് പറയുന്നേ. കഷ്ടത എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് ഈ കഷ്ടതയും പ്രയാസവും ഒക്കെ തന്നെ. കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. നിങ്ങൾ പറയുന്ന കഷ്ടതയൊക്കെ ഇല്ലേ,
ഞാൻ പറയുന്ന കഷ്ടതയാ, കർത്താവേ കഷ്ടത്തില, പ്രയാസത്തില. എന്തിനാ കഷ്ടത? സിദ്ധത, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും. അപ്പം കഷ്ടത വന്നാൽ അത് സഹിക്കാൻ ഒരു വരവാ, അതൊരു വരമാ. കഷ്ടത മാറിപ്പോവുകയല്ല. എന്തിനു വേണ്ടിയാ? സിദ്ധതയിലേക്ക് കൊണ്ടുവരിക. അതാണ് സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. നീതിമാന്മാര് സിദ്ധന്മാരായി തീർന്ന എങ്ങനാ? അവർ കഷ്ടത സഹിച്ചു, സഹിഷ്ണുതയിലൂടെ കടന്നുപോയി. അതിനുശേഷം അടുത്ത പടിയാണ് സിദ്ധത. നമ്മൾ അത്ര ആയിട്ടുണ്ടോന്ന് സ്വസ്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കണം. പിന്നെ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും അടുത്തത് പൊതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും. ആ വിഷയം നമ്മൾ പെട്ടെന്നൊന്ന് പഠിച്ചു പോകുന്നുണ്ട്. പൊതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശു. പിന്നെ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവാലയത്തിലേക്ക് ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾ വന്നേക്കുന്നത്. ത്രോണോസിന് മുമ്പാകെ നീതിമാന്മാരുടെ, മാലാഖമാരുടെ, പുണ്യപുരുഷന്മാരുടെ, നീതിമാന്മാരുടെ, വിശുദ്ധന്മാരുടെ മുൻപാകെ നിങ്ങൾ വന്നിരിക്കുക. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മുമ്പാകെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യം സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഓരോ ആരാധനയ്ക്കും ദൈവാലയത്തിലേക്ക് വരുന്നവർ ഏറ്റവും കൃത്യമായ ഇടങ്ങളിലാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ആശ്വാസം തീർച്ചയായിട്ടും ലഭിക്കും. ദൈവത്തിന്റെ വചനമായി നിന്ന് ഞങ്ങളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് കഷ്ടതയാണ്, ഞങ്ങൾ സഹിച്ചു, ഞങ്ങൾ സിദ്ധതയിലേക്ക് തെളിയുന്നു എന്നൊക്കെ പറയുന്നവരോട് പറയുന്നു, നിങ്ങൾ വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ. നിങ്ങളുടെ വിഷയങ്ങൾക്ക് തീർച്ചയായും ദൈവം തമ്പുരാൻ ഒരു ശമനം നൽകും. ഇതുവരെ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത വിഷയങ്ങളിൽ ദൈവം തമ്പുരാൻ പ്രതിഫലം നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പ്രിയമുള്ളവരെ, ഇങ്ങനെ കടന്നു വന്നിരിക്കുക. ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മളൊരു വാക്ക് വായിച്ചായിരുന്നല്ലോ, പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു. ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും ഓർത്തഡോക്സ് ആരാധനയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥത എന്നാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്, അല്ലേ? മധ്യസ്ഥത എന്നുള്ള വാക്ക്, പരിമല തിരുമേനിയുടെ മധ്യസ്ഥത. പക്ഷെ ഇവിടെ പറയുന്നു പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു. ഇനി നമുക്ക് തെറ്റിദ്ധാരണ നൽകുന്ന ഒരു വലിയ വാക്യമാണ് 1 തീമോത്തിയോസ് 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഒന്ന് വായിച്ചേ. ബൈബിൾ സ്റ്റഡിയും ആശ്വാസത്തിന്റെ വചനവും എല്ലാം കൂടെ ചേർന്നാണ് പോകുന്നത് കേട്ടോ. നമുക്ക് ലഭ്യമായ സമയത്ത് അതിന് മുമ്പ് തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. 1 Timothy chapter 2 verse number 5. 1 തീമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യം. അവിടെ വായിക്കുന്നുണ്ട്, എന്താണ്? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ബാക്കി എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പൊ നമ്മൾ വായിച്ചു പുതുനിയമത്തിന്റെ മധ്യസ്ഥനാണ് യേശു ക്രിസ്തു എന്ന് വായിച്ചു. ഇവിടെ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിൽ എടുത്തു പറയുക, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. പക്ഷെ അതിൻ്റെ ഒരു വിശദീകരണം പറയുന്നുണ്ട്. എന്താണ് അതിന്റെ ഡെഫിനിഷൻ? തന്നെ എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുത്ത മനുഷ്യനായ, ദൈവപുത്രനായ എന്നല്ല പറഞ്ഞേ, എന്താ പറഞ്ഞേ? ഇൻകാർണേറ്റഡ് മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. നല്ല അർത്ഥമുണ്ട് കേട്ടോ. എങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥത? നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉള്ളൊരു വിഷയം. ഇന്ന് നിങ്ങൾ പുതുപ്പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുമ്പം ഇതിന് ഉത്തരം കിട്ടിയിട്ടേ പോകാവുള്ളൂ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇത് പറയുന്നത്. ഇനിയും യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായി പറയുന്നുണ്ട്, ദ മീഡിയേറ്റർഷിപ്പ് ഓഫ് റാൻസം. റാൻസം എന്ന് പറഞ്ഞാൽ മറുവില. കാൽവരി കുരിശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി കുരിശിൽ കയറി രാശിയുടെ വിമോചനത്തിന് വേണ്ടി പുതുനിയമത്തിന്റെ മധ്യസ്ഥനായി തീർന്ന ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. അതാരാ? യേശു ക്രിസ്തുവാണ്. ഗീവറീസാദാ കുരിശിൽ കയറി നമ്മൾ പറയുന്നുണ്ടോ? നമുക്ക് രക്ഷ ഉണ്ടാക്കാൻ ദൈവമാതാവാണ് കുരിശിൽ കയറി യേശുവിന് പകരം നമുക്ക് രക്ഷ ഉണ്ടാക്കി തന്നെ നമ്മൾ പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ ആശയം മനസ്സിലായി. മീഡിയേറ്റർഷിപ്പ് ഓഫ് റാൻസം, മലയാളത്തിൽ മധ്യസ്ഥത എന്ന് എഴുതിയിരിക്കുക. അത് മീഡിയേറ്റർഷിപ്പ് എന്ന ഇംഗ്ലീഷിലുള്ള വേർഷൻ നിങ്ങൾ വായിച്ചാൽ മീഡിയേറ്റർ എന്നുള്ള വാക്കാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. എന്നാൽ പരിശുദ്ധ ദൈവമാതാവ്, ഇന്ന് നിങ്ങൾ വരുന്നു,
എന്നോടൊരു വിഷയം പറയുന്നു, അച്ഛാ എൻ്റെ ഈ വിഷയമുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് എന്നാ ചെയ്യണം, പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഈ വേറെ മധ്യസ്ഥരൊന്നും വേണ്ടാന്ന് പറയുന്ന ആൾക്കാർ, അവരാരുമായിക്കൊള്ളട്ടെ, ആ സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ടോ? പ്രാർത്ഥന, അവർക്ക് പ്രാർത്ഥനയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കും. 21 ദിവസം ഉപവാസം നടത്തും അല്ലേ? എന്നിട്ട് അവസാനം അതിൻ്റെതായ രീതിയിൽ അത് ഉപവാസം അവസാനിപ്പിക്കുകയൊക്കെ ചെയ്യും. എല്ലാം നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനാ മധ്യസ്ഥതയുണ്ട്. അതെന്തുവാ അത് മധ്യസ്ഥതയാണോ? അവർ പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന് അവരുടെ പ്രധാന ആളിനോട് പറയുമ്പോൾ പറയും, അയ്യോ വേദോസത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ മധ്യസ്ഥ, ഞാൻ പ്രാർത്ഥിച്ചാൽ ഞാൻ മധ്യസ്ഥനായി പോവും, അത് കാരണം വേണ്ടാന്ന് പറയുമോ? ആരെങ്കിലും പറയുമോ അങ്ങനെ? ഒരു മനുഷ്യനും പറയുക. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ മീഡിയേറ്റർഷിപ്പ് ഓഫ് റാൻസം, മറുവിലയുടെ മധ്യസ്ഥത. കാൽവരി കുരിശിൽ പാപവിമോചനത്തിന് വേണ്ടി പുതിയ നിയമത്തിന്റെ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു. എന്നാൽ ഇതേ ലേഖനത്തിൽ തന്നെ ഞാൻ 5-ാം വാക്യം വായിപ്പിച്ചേ, ആദ്യത്തെ ഒരു 4 വാക്യം നിങ്ങളൊന്ന് വായിച്ചേ, നിങ്ങൾക്ക് എന്തോ അടുത്ത മധ്യസ്ഥത എന്നുള്ള പിടി കിട്ടും. എങ്ങും പോകേണ്ട കാര്യമില്ല. ആദ്യത്തെ 4 വാക്യം വായിച്ചാൽ അതിന് ഉത്തരവുണ്ട്. എന്താണ് വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥത എന്നുള്ളതിന് ഉത്തരം 1 തിമോത്തിയോസ് 2:1 മുതൽ 4 വരെ കിടപ്പുണ്ട്. വായിച്ചു. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചന, പ്രാർത്ഥന, പക്ഷവാദം, സ്തോത്രം. സ്തോത്രം കർത്താവേ. 4 കൂട്ടം കാര്യങ്ങൾ എന്നൊക്കെയാ പറഞ്ഞേക്കുന്നേ? യാചന, പ്രാർത്ഥന, പക്ഷവാദം, സ്തോത്രം. അതിനകത്ത് ഇംഗ്ലീഷ് വേർഷനുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ പക്ഷവാദം എന്ന് എഴുതിയേക്കുന്നത് എന്നാണെന്നറിയാമോ? അത് മീഡിയേറ്റർഷിപ്പ് അല്ല, ഇന്റർസെഷൻ. ഇന്റർസെഷൻ. അവർക്ക് വേണ്ടി എന്നൊക്കെ ചെയ്യണമെന്നാ പറഞ്ഞേ? അങ്ങനെ ആ പ്രാർത്ഥനയും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പൊ ഈ ആദ്യത്തെ 4 വാക്യത്തിൽ വളരെ കൃത്യമായി 3-4 കൂട്ടം കാര്യങ്ങൾ നടത്താൻ പറഞ്ഞേച്ചാണ് 5-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ഏക മധ്യസ്ഥതയെ പറ്റി പറയുന്നത്. ആദ്യത്തെ 4 വാക്യത്തിൽ യാചന, പ്രാർത്ഥന, പക്ഷവാദം, സ്തോത്രം എല്ലാം നടത്തണം. ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ പക്ഷവാദം, ഇന്റർസെഷൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ കൃത്യമായി തിരുവചനം എഴുതിയിരിക്കുക. അപ്പൊ ഇതൊന്ന് വേർതിരിച്ചറിയണം. അപ്പോൾ 2 വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മീഡിയേറ്റർഷിപ്പ് ഓഫ് റാൻസം, മറുവിലയുടെ മധ്യസ്ഥത. അത് മാനവരാശിയുടെ പാപത്തിന് വേണ്ടി മറുവിലയായി അർപ്പിച്ചത് യേശുക്രിസ്തു മാത്രമാണ്. 2-ാമത്തെ വാക്ക് ഇന്റർസെഷൻ ഓഫ് പ്രയർ, പ്രാർത്ഥനാ മധ്യസ്ഥത. ആ പ്രാർത്ഥനാ മധ്യസ്ഥത ജീവനോടിരിക്കുന്നവർ നടത്തുന്നു. മരിച്ചു നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇത് ഈ തർക്ക വിഷയമായി ഉന്നയിക്കുന്നവരോട് നമ്മളിത് പറയുമ്പോൾ പറയും, അത് കുഴപ്പമില്ല, ജീവനോടിരിക്കുന്നവർ തമ്മിൽ പ്രാർത്ഥിച്ചാലൊന്നും വിഷയമൊന്നുമില്ല. ഈ മരിച്ചുപോയവരോട് എന്നതിനാണ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം, ഈ വാങ്ങിപ്പോയവർ ആരാന്ന് ആദ്യം പിടികിട്ടണം. അവരുടെ അവസ്ഥ എന്താണെന്നറിയണം. അത് കിട്ടിക്കഴിയുമ്പോൾ വിഷയമൊക്കെ മാറും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നു. കൊലോസ്യൻസ് ചാപ്റ്റർ നമ്പർ 3 വേഴ്സ് നമ്പർ 3. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ബാക്കി യേശു ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. മരിച്ചുപോയവരുടെ അവസ്ഥയെപ്പറ്റി പറയാം കേട്ടോ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ യേശു ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ ഇൻവിസിബിളാണ്, മറഞ്ഞിരിക്കുക. അവർ വിസിബിൾ അല്ലെങ്കിലും യേശു ക്രിസ്തുവിനോടുകൂടിയായിരിക്കുന്നത്. മരിച്ചവർ യേശു ക്രിസ്തുവിനോടുകൂടി മറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തുവിന് മരണത്തിനപ്പുറമായിട്ട് സജീവതയുണ്ടോ? മരിച്ചു കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു സജീവമായിട്ടാണോ നിൽക്കുന്നത്? അതോ ഒന്നും മിണ്ടായിരിക്കുകയാണോ? അറിയത്തില്ലേ? ധൈര്യമായിട്ട് പറയുന്നേ, സജീവമായിട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ യേശു ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരുടെ ജീവൻ ദൈവസന്നിധിയിൽ സജീവമായി നിൽക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 35-ാം വാക്യം,
മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അത് ഇപ്പോൾ തന്നെയുമാകുന്നു. അവർക്ക് കേൾക്കാം. എബ്രായ ലേഖനം 11 അധ്യായം 4 വാക്യം, മരിച്ച ശേഷവും ഹാബേൽ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അവർക്ക് സംസാരിക്കാം, അവർ സുവിശേഷം കേൾക്കും. 1 പത്രോസ് 3 അധ്യായം 19 വാക്യം, ആത്മാവിൽ അവൻ ചെന്നു. നമ്മൾ ദുഃഖ ശനിയാഴ്ച എന്നാ പറയുന്നത്, പക്ഷെ സത്യത്തിൽ അതെന്നാന്നറിയാമോ? ഗോസ്പൽ സാറ്റർഡേ, അറിയിപ്പിന്റെ ശനിയാഴ്ച. ആരാളോട് എന്നെ അറിയിച്ചു? യേശു ക്രിസ്തു പാതാളത്തിൽ ചെന്ന് മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു. മരിച്ചുപോയവർക്ക് സുവിശേഷം കേൾക്കാം, മാനസാന്തരപ്പെടാം, അല്ലെങ്കിൽ ദൈവവചനം തെറ്റാണെന്ന് പറയേണ്ടി വരും. 1 പത്രോസ് 3 അധ്യായം 19 വാക്യത്തിൽ വായിക്കുന്നു, ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. യേശുക്രിസ്തു മരിച്ചുപോയവരോട് പ്രസംഗിച്ചു. 4 അധ്യായം 6 വാക്യം, 1 Peter chapter 4 verse number 6, 1 പത്രോസ് 4:6, ഇതിനായിട്ടല്ലോ മരിച്ചവരോടും. ബാക്കി പറ, 1-2 വാക്യമൊക്കെ പഠിച്ചേച്ച് മറ്റുള്ളവർ പറയുന്ന തർക്കവാക്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, വാക്യങ്ങളെല്ലാം മനസ്സിൽ വേണം. 1 പത്രോസ് 4 അധ്യായം 6 വാക്യം, ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്, അവർ ജഡസംബന്ധമായി മനുഷ്യനൊത്തവണ്ണം വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞാൽ അവർ കേൾക്കാം, അവർക്ക് റെസ്പോണ്ട് ചെയ്യാം, അവർക്ക് സംസാരിക്കാം. വടക്കോട്ട് അറിയിപ്പിന്റെ ശനിയാഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന വാക്ക് പാതാളത്തിൽ ഉയർപ്പെന്ന, പാതാളത്തിൽ ഉയർപ്പ്, മനോഹരമായ വാക്ക്, മനോഹരമായ വാക്ക്, പാതാളത്തിൽ ഉയർപ്പ്. എല്ലാ അർത്ഥവും അതിനകത്തുണ്ട്. പാതാളത്തിൽ പോയി സുവിശേഷം അറിയിച്ചു, അവർക്ക് ജീവൻ നൽകി. പ്രിയമുള്ളവരെ, അവർ സജീവമായി അവരുടെ ജീവൻ യേശുക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുക. അവർ സജീവരാണ്, കേൾക്കാം, സംസാരിക്കാം, ഇൻവിസിബിൾ ആണ്, മറഞ്ഞിരിക്കുക. പക്ഷേ അവരുടെ സജീവത നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇനി ഇവരിൽ വിശുദ്ധന്മാർ ആരാണ്? ഈ വിശുദ്ധന്മാർ 50-ാം സങ്കീർത്തനം 5-ാം വാക്യം, സാംസ് ചാപ്റ്റർ നമ്പർ 50 വേഴ്സ് നമ്പർ 5. 50-ാം സങ്കീർത്തനം 5-ാം വാക്യം, പെട്ടെന്ന് എടുത്ത് വായിച്ചേ. മരിച്ചുപോയവർ എന്നാ ചെയ്യുന്നു എന്നുള്ളതാ. അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ എന്നാ പറയാൻ പോകുന്നത്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ. അപ്പൊ വിശുദ്ധൻ ആരാണ്? വിശുദ്ധൻ, ഹു ഈസ് എ സെയിന്റ്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരാണ് വിശുദ്ധന്മാർ. യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ തങ്ങളുടെ ജീവിതം യാഗമായി സമർപ്പിച്ചവർ, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തുമൊക്കെ യാഗം കഴിച്ച് തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവരാണ് വിശുദ്ധന്മാർ. എന്തുകൊണ്ട് ദൈവമാതാവിനെ വിശുദ്ധ ദൈവമാതാവ് എന്ന് വിളിക്കുന്നു, ഗീവർഗീസകതായ വിശുദ്ധ ഗീവർഗീസകത എന്ന് വിളിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം 50-ാം സങ്കീർത്തനം 5-ാം വാക്യം, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവർ. ഗീവർഗീസകത യാഗം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന പഴയ നിയമകാലത്താണെങ്കിൽ ബലി എന്നൊക്കെയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു ബലിയുണ്ട്. എന്നാണെന്നറിയാമോ? തങ്ങളുടെ തന്നെ ജീവിതം ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിച്ചവർ, ഗളരുധിരത്താൽ ധവളിമ അംഗങ്ങൾ ഏകിയവർ. സഭയുടെ അംഗങ്ങൾക്ക് തങ്ങളുടെ കഴുത്തിലെ രക്തത്താൽ വെണ്മ നൽകിയവർ, രക്തത്തിന്റെ ചുവപ്പിനാൽ എന്നെയും നിങ്ങളെയും വെണ്മയുള്ളവർ വിശുദ്ധരാക്കി തീർത്തവർ. അതാണ് തിരുവചനമാണ് ഞാൻ ഈ പറയുന്നത്, തിരുവചനമാണ് പറയുന്നത്. 50-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്തവർ ആരാണ്? വിശുദ്ധന്മാർ. അവർ വിശുദ്ധന്മാരാണ്. 16-ാം സങ്കീർത്തനം 3-ാം വാക്യം, 16-ാം സങ്കീർത്തനം 3-ാം വാക്യം, 16:3, പെട്ടെന്ന് വായിക്കേ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരും അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. പാട്ടുപാടുന്നവർ നമ്മളെ പഠിപ്പിച്ചേക്കുന്നതെന്നറിയാമോ? ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക്. ഒരു വാക്ക് മിസ് ചെയ്തു പോയി. വചനം എന്നാ പറയുന്നേ? അവരെനിക്ക് പ്രസാദം വിട്ടുപോയി. പ്രസാദം വിട്ടുപോയ വലിയ പ്രശ്നമാണ്. എന്തോ ഈ പ്രസാദം? നമ്മുടെ ചുറ്റും ഹൈന്ദവ സഹോദരങ്ങൾ താമസിക്കുന്നുണ്ട്. അവരുടെ അമ്പലത്തിൽ രാവിലെ അവർ ആരാധനയ്ക്ക് വേണ്ടി പോകുമ്പോൾ കയ്യിൽ ഒരു വാഴയിലക്കകത്തോ ഒരു താലത്തിലോ അല്പം പൂവോ മലരോ എള്ളോ അവലോ ശർക്കരയോ
പായസമോ എന്തെങ്കിലും കാണും. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പേരെന്നാണെന്നറിയാമോ? ദേവനെ ദേവിക്ക് നിവേദിക്കാൻ കൊണ്ടുപോകുന്നതാണ്. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പേര് നിവേദിക്കാൻ കൊണ്ടുപോകുന്ന നിവേദ്യം. ആ സാധനം പൂജാരി അതിൽ പരികർമ്മമൊക്കെ ചെയ്തു. പരികർമ്മി തിരിച്ച് ഇവരുടെ കയ്യിൽ തൊടാതെ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പേര്. എന്റെയും നിങ്ങളുടെ ജീവിതം പുതുപ്പള്ളിപ്പള്ളിയിലോട്ട് രാവിലെ കയറി വന്നപ്പം എന്തുവാ? നിവേദ്യം. ഇവിടുന്ന് ആരാധനയിൽ കൂടി, വചന ശുശ്രൂഷയിൽ കൂടി ദൈവപ്രീതി നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി പടി തിരിച്ചിറങ്ങുമ്പോ നിങ്ങളുടെ ജീവിതം ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ, തങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിച്ചവർ, വൈറ്റ് മാറ്റിടം, റെഡ് മാറ്റിടം, ഗീവർഗീസാദ, റെഡ് മാറ്റിടം, ഗളരുധിരം, പരിശുദ്ധ ദൈവമാതാവ് തന്റെ ജീവിതം ആരും ഹോമിച്ചില്ല. പക്ഷേ തന്നെ പരിപൂർണമായി, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതും പരിപൂർണമായ സമർപ്പണം, യാഗാർപ്പണം. അങ്ങനെ സമർപ്പിച്ചവർ ആരാണെന്ന് തിരുവചനം പറയുന്നു? വിശുദ്ധന്മാർ. ഭൂമിയിലെ വിശുദ്ധന്മാർ. ഭൂമിയിൽ വിശുദ്ധന്മാരുണ്ട്. അവര് മരണത്തിനപ്പുറം എന്നാ ചെയ്യുന്നു കൂടെ 2 വാക്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം വായിക്കേ. നിങ്ങൾ വേദപുസ്തകം പരിജ്ഞാനത്തോടു കൂടി ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകണം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം പെട്ടെന്ന് വായിക്കേ. 6, 9, 6, 9. വെളിപാട് പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. സ്വർഗത്തിൽ പത്മോസ് ദ്വീപിൽ ഇരുന്നുകൊണ്ട് യോഹന്നാൻ ദർശനം കാണുകയാണ്. സ്വർഗത്തിൽ ആരാധന നടക്കുന്നു. അവിടെ ഒരു ദൈവാലയമുണ്ട്, അവിടെ യാഗപീഠമുണ്ട്, അവിടെ ത്രോണോസ് ഉണ്ട്. അതിന്റെ കീഴിൽ കാണുന്ന ചില കാര്യങ്ങളാണ് യോഹന്നാൻ സ്ലീഹ കാണുകയാണ്. ദൈവവചന നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ. മുമ്പേ നമ്മൾ വായിച്ചില്ലേ 50-ാം സങ്കീർത്തനം 5-ാം വാക്യം. യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ, അതേ പ്രിയമുള്ളവരെ, ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവർ അവരാണ് യാഗം കഴിച്ച ദൈവസന്നിധിയിൽ സജീവരായി നിൽക്കുന്നത്. അവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. വിശുദ്ധന്മാരുടെ ആത്മാക്കൾ യാഗപീഠത്തിന്റെ കീഴിലിരിക്കുക. അവരടിസ്ഥാനമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 20. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ. അതുകൊണ്ടാണ് യാഗപീഠത്തിന് കീഴെ. അതുകൊണ്ട് അവരെന്നാ താഴെ ഇരിക്കുന്നത്, മേളിലിരിക്കാൻ മേലെന്ന് നമ്മുടെ സംശയം. അവരാണ് അടിസ്ഥാനം. അവരിൽ അടിസ്ഥാനമിട്ടാണ് ഈ സഭ പൊങ്ങി നമ്മൾ മേളിൽ കയറിയിരിക്കുന്നത്. അവരുടെ അടിസ്ഥാനമില്ലെങ്കിൽ സഭയ്ക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് യാഗപീഠത്തിന്റെ കീഴെ അടിസ്ഥാന കല്ലുകളായി അവരുണ്ട്. ആരുണ്ട്? ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവർ. അങ്ങനെ അറുക്കപ്പെട്ടവർ, നിയമം ചെയ്തവർ വിശുദ്ധന്മാരാണ്. ഭൂമിയിൽ വിശുദ്ധന്മാരുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നു. ഇനി വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവോ? അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവോ? വായിച്ച് വെളിപാട് പുസ്തകത്തിൽ തന്നെ 8-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, അതിൻ്റെ ഒരു 2 വാക്യം മേളിൽ നിന്ന് വായിച്ചു തുടങ്ങിക്കും. വെളിപാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യം വായിച്ച്. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് എന്നാ ലഭിച്ചു? 7 കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതൻ സ്വർണ്ണ ധൂപകലശവുമായി വന്നു. എവിടെ നിന്നു? നിങ്ങളെ ഈ വേദപുസ്തകം വായിച്ച് പഠിക്കണം. ഇവിടെ നിങ്ങൾ ഈ ആരാധനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നില്ലേ? ഈ സംഭവം എല്ലാം സ്വർഗത്തിലുള്ള യോഹന്നാൻ കണ്ട ദർശനമാണ്. ഞാൻ ദൈവവചനമാണ് പറയുന്നത്. നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് കാണുമ്പോൾ ഇവിടെ കാണുന്ന സകല സാധനവും മുകളിലുണ്ട്. എന്നാ ഉണ്ടെന്നാ ഇപ്പോൾ എഴുതിയേക്കുന്നേ? ദൂതനുണ്ട്. ദൂതൻ എന്നാ പിടിച്ചെന്ന് എഴുതിയേക്കുന്നേ? സ്വർണ്ണ ധൂപകലശം, തൂക്കുറ്റിയുണ്ട്. സ്വർണ്ണ ധൂപകലശവുമായിട്ട് അവിടെ നിൽക്കുന്നു. ബാക്കി സിംഹാസനം, ത്രോണോസ്, അതിന് മുമ്പിലുള്ള
സ്വർണപീഠമുണ്ട്. സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന. അപ്പൊ വിശുദ്ധന്മാരുണ്ടോ? പ്രാർത്ഥനയുണ്ടോ? വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവം കേൾക്കുവോ? താഴോട്ട് വായിക്കാം. എല്ലാ സംശയം തീർത്തിട്ട് പോയാൽ മതി. പ്രാർത്ഥനയോടുകൂടി ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. വളരെ ധൂപവർഗം. എന്നാ ഉണ്ട്? അടുത്തത് ധൂക്കുറ്റി മാത്രമല്ല, എന്നാ ഉണ്ട്? ധൂപവർഗം. നല്ല പുകയാ. കുന്തിരിക്കോട്ട് അങ്ങോട്ട് പുകയ്ക്കും. സ്വർഗത്തിൽ ആരാധന നടക്കുമ്പോൾ ഇതുണ്ട്. ഇതാണ് അവിടെ ഉള്ളത്. അതിന്റെ പ്രീ ടേസ്റ്റ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പം ബുദ്ധിമുട്ടുണ്ടാകാതെ ആരാധന നടത്താൻ വേണ്ടിയാ പിതാക്കന്മാർ ഇത് ക്രമീകരിച്ചു തന്നേക്കുന്നത്. അവർ വേദപുസ്തകം വായിച്ചിട്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരാധന ക്രമീകരിച്ചേക്കുന്നത്. സ്വർണധൂപകലശം, സ്വർണമേശ, അതിന് മുമ്പ് അതിന് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ചേർക്കേണ്ടതിന് ധാരാളം ധൂപവർഗം കൊടുത്തു. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വാക്യം, 4-ാം വാക്യം. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. വിശുദ്ധന്മാർ, ശുദ്ധിമതികൾ, അവര് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. വിശുദ്ധനായ ഗീവർഗീസ് സഹോദരാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥന, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, ധൂപമടച്ച് പ്രാർത്ഥിക്കുന്നു. ഉയരുന്നോയാറിൽ സുഖപരിമള ധൂപം, ഇതണച്ച് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥന കയറുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനാ മധ്യസ്ഥത, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനാ മധ്യസ്ഥത, അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറുന്നതാണ്. ഒന്നോ, യേശു ക്രിസ്തുവിന്റെ മീഡിയേറ്റർഷിപ്പ് ഓഫ് റാൻസം, അത് യുണീക്കാണ്. അത് മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കാത്തതാണ്. എന്നാൽ ജീവനോടിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു, വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു. മരണത്തിനപ്പുറമായി അവർ സജീവരാണ്, അവർ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ മധ്യസ്ഥത ധൂപവർഗത്തിന്റെ പുകയോടുകൂടി ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട്, മനസ്സിന് ഒരു സങ്കോചം കൂടാതെ, ഒരു സംശയവും കൂടാതെ പ്രാർത്ഥനാ മധ്യസ്ഥതയിൽ നിങ്ങൾ അഭയം പ്രാപിക്കണം. അവർ നമുക്ക് നല്ല മാതൃക കാണിച്ചു തന്നിരിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം. എന്നാൽ നമ്മൾ ആദ്യം തുടക്കത്തിൽ ചിന്താവിഷയമായിട്ട് എടുത്തത് 1 Thessalonians chapter number 4 verse number 3 ആയിരുന്നു അല്ലേ? 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവമാതാവും ഗീവർഗീസ് സഹോദരായും മാത്രം ശുദ്ധിയുള്ളവരായ പോരാ, പിന്നെ അവർ നമുക്ക് മോഡലാണ് അല്ലെ? യാചിക്കുന്നു ഞങ്ങളോടൊപ്പം, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക നീ. ഞങ്ങളോടൊപ്പം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ദൈവാലയത്തിൽ വരുന്നവര് മാതാവും ഗീവർഗീസ് സഹോദരായും എല്ലാം അങ്ങ് മേളിൽ നിൽക്കുന്നു. നമ്മൾ അത്രയും വിശുദ്ധിയൊന്നും ഇല്ലാത്തവരായോണ്ട് താഴെ നിൽക്കുന്നു. അങ്ങനെയാണോ? അല്ല. ഞങ്ങൾ നടന്ന് നിങ്ങളെപ്പോലെ വിശുദ്ധരായി തീരണം. കാരണം ഈ ഭൂമിയിൽ പാപമംഗലമായി ലോകത്ത് ഒരുപക്ഷെ ഇന്നത്തെക്കാളും തെറ്റ് ചെയ്യാൻ സാധ്യതകളും അങ്ങനത്തെ തിന്മപ്പെട്ട അറിവുകളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അവർ ഈ ഭൂമിയിൽ ജീവിച്ച് വിശുദ്ധരായി തീർന്നു. എങ്കിൽ അവരെ പോലെ ഞാനും നിങ്ങളും വിശുദ്ധിയുള്ളവരായി തീരണം. ഓരോ ആരാധനയ്ക്കും ഓരോ ഗൗദാശി കർമ്മത്തിലും വരുന്ന സമയത്തെ നമ്മൾ വിശുദ്ധരായി തീരണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവമാതാവും ഗീവർഗീസ് സഹോദരായും നവമധ്യസ്ഥരുമൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കഷ്ടത സഹിഷ്ണുതയെയും സിദ്ധതയെയും, അതാണ് നീതിമാന്മാരായ സിദ്ധന്മാർ, വിശുദ്ധന്മാർ. സിദ്ധത പ്രത്യാശയെയും. ഇത്രയും കടന്നെങ്കിൽ നമുക്ക് പ്രത്യാശ പോലും ഉള്ളൂ. ജീവിതത്തിൽ എനിക്ക് വലിയ പ്രത്യാശയാണെന്നൊന്ന് പറയണമെങ്കിൽ ഇത്രയൊന്ന് കടക്കണം. പല സ്റ്റെപ്പാണ് കേട്ടോ. ഇന്ന് ദേവാലയത്തിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ ഒത്തിരി ചിന്തിച്ചോണം. അയ്യോ, കഷ്ടത കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. കഷ്ടത, സഹിഷ്ണുത, സഹിക്കാനുള്ള ശേഷി, സഹിഷ്ണുത, സിദ്ധത ആണ് നമുക്ക് എന്ത് തരുന്നേ? പ്രത്യാശ തരുന്നത്. അത് കഴിഞ്ഞിട്ടാ പ്രത്യാശ, അടുത്ത സ്റ്റെപ്പാ പ്രത്യാശ. അപ്പോഴും ഉത്തരം കിട്ടിയെന്ന് പറയുന്നില്ല. പ്രിയമുള്ളവരെ, ഈ പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വന്നേക്കാം. പക്ഷെ അവിടെ നമ്മളെ ദൈവം വിശുദ്ധരാക്കി തീർക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ് സ്വർണത്തിന്റെ ഉദാഹരണം. സ്വർണം
തട്ടാൻ പണിയുന്ന സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? തട്ടാൻ പണിയുന്ന സമയത്ത് സ്വർണ്ണം ഇങ്ങോട്ട് എടുത്തു, ചുറ്റിയെടുത്ത് അടിച്ചങ്ങ് പരത്തി മാലയും കമ്മലും വളയൊക്കെ ആക്കുവാണോ? അല്ല. ആദ്യം എന്നാ ചെയ്യും? ഈ സാധനം അങ്ങോട്ട് എടുത്തിട്ട് തീയിലോട്ട് വെക്കും. എൻ്റെ പൊന്നെ, ആ തീച്ചൂള കഷ്ടതയിൻ ചൂളയിൽ ശോധന ചെയ്യുന്നവൻ പ്രതികൂലങ്ങളനവധിയിൽ നടത്തിയിടും തൻ ഭുജത്താൽ ആകാശമേ ഘോഷിക്കാം, ഭൂമിയെ നടുങ്ങിടുക ആകാശമേ ഘോഷിക്കാം, ഭൂമിയെ നടുങ്ങിടുക. കഷ്ടതയും ചൂള ഇവിടെ ഇരിക്കുന്നവർ പറയുന്നില്ലേ, എൻ്റെ അച്ഛ ഞങ്ങളുടെ ജീവിതത്തിലെ തീച്ചൂള. അയ്യോ, ഒരു മനുഷ്യനും കടന്നു പോകാത്ത തീച്ചൂളയിൽ ഞങ്ങൾ കടന്നു പോകും. എന്തിനാണെന്നറിയാമോ? ഒരു സ്വർണ്ണത്തരിയായിട്ടാണ് നിങ്ങൾ അതിൽ നിലനിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ ഈ സ്വർണം തിളപ്പിക്കും. സ്വർണം ഒന്ന് തിളയ്ക്കുമ്പോൾ തട്ടാൻ ആ കൊടില് അതിൽ നിന്ന് എടുത്തിട്ട് എന്നാ ചെയ്യും? വെള്ളത്തിലോട്ടിട്ട് ഗുളു 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 ഗുളാന്നൊന്ന് വെക്കും. എന്തുവാ പ്രോസസ്സ്? എന്നാന്ന് പറ. എന്നാ ചെയ്യുന്നേ? സ്വർണത്തിന്റെ ഉള്ളിലെ കരടും മാലിന്യവും എല്ലാം പുറത്തു വന്നു, ശുദ്ധിയുള്ളതായി. അനുതാപത്തിന്റെ കണ്ണുനീർ അതിലൊന്ന് കഴുകി ഈ ജീവിതം ശുദ്ധിയുള്ളതാക്കി തീർക്കണം. സിയോൻ പുത്രിയുടെ മതിലേ രാവും പകലും ഓലോല എന്ന വാക്കിന്റെ അർത്ഥം ആസ് എ ടൊറന്റ്, ഒരു നദി പോലെ, ഒരു സ്ട്രീം പോലെ കണ്ണുനീരൊഴുക്കുക. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ നീ അതിനെ ജലാശയമാക്കി തീർക്കും. അർത്ഥം മാറും. പ്രിയമുള്ളവരെ, കഷ്ടതയുടെ തീച്ചൂളയിൽ നമ്മൾ ഉരുകപ്പെടും. എന്തിനാണെന്നറിയാമോ? ഇതിനകത്തെ മാലിന്യങ്ങളെല്ലാം ഒന്ന് പുറത്തു വന്നിട്ട് ഇത് വിശുദ്ധിയുള്ളതായി തീരുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അതിനേക്കുള്ള 2-3 സ്റ്റെപ്പുകൾ കൂടി നമുക്ക് പെട്ടെന്ന് കണ്ട് നമ്മുടെ സമയത്തിന്റെ പരിധിയിൽ തന്നെ അവസാനിപ്പിക്കാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഇനി ഞാൻ ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് 2-3 വാക്യങ്ങൾ ഒന്ന് വായിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ട കാര്യങ്ങൾ എന്നാക്കിയായിരുന്നു? ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് കണ്ടു. അങ്ങനെ ശുദ്ധിയുള്ളവരായിരുന്നു ആര്? വിശുദ്ധന്മാരും ശുദ്ധിമതികളുമെല്ലാം. യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥതയും വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനാ മധ്യസ്ഥതയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടു. ഈ ശുദ്ധിമാന്മാരും ശുദ്ധിമതികളുമെല്ലാം ഈ ലോകത്തിൽ ജീവിച്ചതാണെന്നും എന്നെപ്പോലെ നിങ്ങളെപ്പോലെയും കഷ്ടതയുടെ തീച്ചൂളിലൂടെ കടന്നു പോകുന്നവരാണെന്നും വരെ കണ്ടു, അല്ലേ? അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം അവരെ പോലെ എന്നെയും നിങ്ങളെയും ശുദ്ധിയുള്ളവരാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. കഷ്ടതകളിൽ നിന്ന് വിമുക്തിയില്ല. ഈ തീച്ചോള മാറി വേറൊരു തീച്ചോളക്കകത്ത് ചാടും. ഇന്ന് പ്രശ്നമെല്ലാം പരിഹരിച്ചു, നാളെ നോക്കുമ്പോൾ വേണ്ട അതിനേക്കാളും മുട്ടനൊരെണ്ണം വന്നേക്കുന്നു. പ്രതിസന്ധികൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ തളർന്ന് താളടിയായി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നലെ ഒരു ഭവനത്തിൽ പോയി. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ എൻ്റെ കൂടെ അവിടെ അമേരിക്കയിലെ പള്ളിയിലെ ഉള്ള ഒരു സഹോദരിയുടെ വീട്ടിലാണ് ഞാൻ പോയത്. ആ സഹോദരിയുടെ പിതാവ് വീണ് തലയിൽ 2 സ്റ്റിച്ചും ഒക്കെ ഉണ്ടായിരുന്നു. അവർ സഹോദരിയും കുഞ്ഞുങ്ങളും കൂടെ ഓടി വന്നതാണ്. ഞാനും ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അപ്പച്ചനെ ഒന്ന് കാണാനായിട്ട് പോയി. അദ്ദേഹം SB കോളേജിൽ BSc B.Ed ഒക്കെ കഴിഞ്ഞ് അധ്യാപന ശുശ്രൂഷയിൽ ഇരുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ അപ്പനും അതെ, അതായത് ഈ സഹോദരിയുടെ വല്യപ്പനും അധ്യാപന ശുശ്രൂഷയിലിരുന്ന ആൾ. അപ്പോൾ ഇവർക്ക് ഈ സഹോദരിക്ക് ഒരു സഹോദരനുണ്ട്. ഈ സഹോദരൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി പറ്റി. മിട്ടുമിടുക്കരി പിള്ളേരെ ഇവരെല്ലാവരും. 21 വയസ്സായ നല്ല യുവത്വത്തിൽ നല്ല തെറിച്ച് നിൽക്കുന്ന നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു സഹോദരൻ. എന്നാ പറ്റിയെന്നറിയോ? ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലം അവൻ്റെ തലച്ചോറിന് ബാധിച്ചു. പ്രശ്നം പറ്റിയത് ഇവൻ കോമായിലായിപ്പോയി. ബോധം വരുന്ന സമയം ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ വിദേശത്തു നിന്ന്, അന്ന് അവർ ബാംഗ്ലൂരിലാണ്, വിദേശത്തു നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ ഓരോ ആഴ്ചയിലും ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ കൊണ്ടുവന്ന് അവന് ഇഞ്ചക്ട് ചെയ്യണമായിരുന്നു. അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നുപോയി. നല്ലതെല്ലാം ചെയ്യാൻ ദൈവം അവരെ സഹായിച്ചു. അതിനുശേഷം ഇവന് ബോധം വന്ന സമയത്ത് എന്നാ പറ്റിപ്പോയെന്നറിയോ? ഓർമ്മയില്ല, ഒന്നും ഓർക്കുന്നില്ല.
ഇപ്പോൾ ജനിച്ച ഒരു ശിശുവിന് 21 വയസ്സുകാരനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ തീച്ചൂളയൊക്കെ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം കേട്ടോ. പുതുപ്പള്ളി പരാതി പറയാൻ വന്നേക്കുന്നവരെല്ലാം ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. നിങ്ങളെവിടെ, ഓരോ മനുഷ്യൻ്റെ ജീവിതം എവിടെയെന്നുള്ളത്. 21 വയസ്സുകാരൻ പല്ല് തേക്കാൻ അറിയാൻ മേല, അപ്പനാരെന്നറിയത്തില്ല, അമ്മ ആരെന്നറിയത്തില്ല, സഹോദരങ്ങൾ ആരെന്നറിയത്തില്ല, ABCD മറന്നുപോയി, ഈ മറന്നുപോയി, വായിക്കാൻ അറിയത്തില്ല. വീട്ടുകാരെല്ലാവരും കൂടെ കൂടി, അവൻ്റെ അളിയനും ഒക്കെ കൂടി, വീട്ടുകാരെല്ലാവരും കൂടെ കൂടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഈ സഹോദരന് കുഞ്ഞിന് വേണ്ടി. ഞാൻ 21 വയസ്സുകാരനെ കുഞ്ഞെന്ന് വിളിക്കാതെ, കാരണം അവൻ്റെ അവസ്ഥ അതാ. ആരെങ്കിലും പോയിട്ട് വന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരു രണ്ടാം പിറവിയിലൂടെ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ ഇത്രയും പ്രതിസന്ധി? അങ്ങനെ കടന്നുപോയി. അവനിന്ന് ഇപ്പോഴും മലയാളത്തിലെ അക്ഷരങ്ങളൊക്കെ ഒന്ന് കൂട്ടി വായിക്കുകയൊക്കെ ചെയ്യും, എഴുതുകയൊക്കെ ചെയ്യും. പക്ഷെ എല്ലാം പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ല. ആ സഹോദരൻ എന്താണെന്നറിയാം, അവൻ നല്ല മിടുമിടുക്കനായി ഡിഗ്രി എല്ലാം PG വരെ പഠിച്ച് ചേർക്കൻ സകലതും പോയി. മൊത്തം നമ്മുടെ ഡാറ്റ മുഴുവൻ എന്നായിപ്പോയി, ഡിലീറ്റായിപ്പോയി. അവിടുന്ന് തിരിച്ചു കയറി വന്നുകൊണ്ടിരിക്കുക. ഇന്ന് ദൈവം അവനിലൂടെ പ്രവർത്തിക്കുന്നത് അക്യുപങ്ചറിൻ്റെ ആ ഒരു ഹീലിംഗ് മിനിസ്ട്രി, അവൻ ഉപയോഗിക്കുന്ന വാക്ക്, അവൻ രോഗികളെന്ന് വിളിക്കാറില്ല ആര്, ഹീലിംഗ് മിനിസ്ട്രി, അത് ചെയ്തുകൊണ്ടിരിക്കുക. തളർന്നു പോയവർ പോലും ഈ മകൻ്റെ ശുശ്രൂഷയിലൂടെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അവൻ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വലിയ മുറി പണിതിട്ട് അതിനകത്ത് മിനിസ്ട്രിയാണ് അവൻ്റെ. ഇന്നലെ എന്നെ കൊണ്ട് അവിടെ ബ്ലസ് ചെയ്യിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ആലോചിച്ചു, എൻ്റെ തമ്പുരാനെ, നമ്മൾ ഒരു മനുഷ്യൻ്റെയും പ്രയാസവും പ്രതിസന്ധിയും ഒന്നും അറിയുന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ ഏതാണ്ട് വലിയ പ്രശ്നമാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഒന്നുമല്ല പ്രിയമുള്ളവരെ, ഒന്നുമല്ല. നിങ്ങളെക്കാളൊക്കെ വലിയ കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നു പോകുന്നവർ, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത ഈ സഹോദരന്റെ ജീവിതമായിട്ട് ചേർത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതാണ് കഷ്ടത, സഹിഷ്ണുത, സിദ്ധത. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞു, തിരിച്ചു വന്നു ജീവിതത്തിലേക്ക്. അവൻ്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം അവനെ സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ ആഗ്രഹിക്കുന്നല്ലത്, എനിക്ക് തിരിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യണമെന്ന് ചിന്തിക്ക്. നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം വിടുതൽ നൽകും. ഖലീൽ ജിബ്രാൻ പറയുന്നത് പോലെ, നിങ്ങളൊരു നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ, നിങ്ങൾ എന്തായി തീരണമെന്ന് ആഗ്രഹിച്ചാൽ, ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫാമിലിയിൽ തന്നെയുള്ളൊരു സഹോദരൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അവനോട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞ വാക്കാ, മോനെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളുമുണ്ട്, പക്ഷേ നമ്മൾ എന്തായിത്തീരണമെന്ന് ആഗ്രഹിച്ചാലും ഈ ലോകം മുഴുവൻ നമുക്ക് വേണ്ടി കൂട്ടുനിൽക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് കേൾക്കുന്നതായി സംഭവം. ഇന്നലെ ഉച്ചയ്ക്ക് കേട്ട സംഭവമായി പറയുന്നു. പ്രിയമുള്ളവരെ, കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്നവർ അവർ സിദ്ധന്മാരായിത്തീരുന്നു. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ കഷ്ടതയും പ്രയാസവും ഒക്കെ എന്നെയും നിങ്ങളെ വിശുദ്ധരാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. ദാവീദിൻ്റെ ജീവിതവുമായിട്ട് ചേർത്ത് 2-3 വാക്യങ്ങൾ കണ്ട് നമുക്ക് നമ്മുടെ ആശയങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാം. 2 ശമൂവേൽ 12-ാം അധ്യായം 13-ാം വാക്യം. വിശുദ്ധിയിലേക്ക് ഉയരാനായിട്ടുള്ള 3 കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാം. 2 സാമുവേൽ ചാപ്റ്റർ 12 വേഴ്സ് നമ്പർ 13. 2 ശമൂവേൽ 12-ാം അധ്യായം 13-ാം വാക്യം. അതിൻ്റെ വിശദീകരണമൊക്കെ നിങ്ങൾക്കറിയാം. ദാവീദ് ജീവിതത്തിൽ തെറ്റ് ചെയ്തു, ഊരിയാവിൻ്റെ ഭാര്യയുമായി ശയിച്ചു. ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി ദാവീദിന് മനസ്സിലായപ്പോഴാണ് ഇന്ന് നമ്മൾ ആദ്യത്തെ കൗമായ്ക്ക് ശേഷം സ്ലൂസോയും കഴിഞ്ഞിട്ട് ചൊല്ലുന്ന ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം സങ്കീർത്തനം. പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാനതെല്ലാം പറഞ്ഞ് സമയമൊന്നും കളയുന്നില്ല, അല്ല നിങ്ങൾക്ക് ബൈഹാട്ടാ. പക്ഷേ ദാവീദ് ചെയ്ത കാര്യം എന്നാണെന്നറിയാമോ? 2 ശമൂവേൽ 12-13. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുത്ത് വന്നു, എന്നിട്ടൊരു ഉപമ പറഞ്ഞു. എന്നാ പറഞ്ഞു? ദാവീദ് രാജാവേ, നിന്റെ രാജ്യത്തിലെ ഭയങ്കര ധനവാനായ ഒരു മനുഷ്യനുമുണ്ട്, ദരിദ്രനായ ഒരു മനുഷ്യനുമുണ്ട്. ഈ ദരിദ്രനായ മനുഷ്യന് പാവപ്പെട്ടവനൊരു പെണ്ണാട് മാത്രമേ ഉള്ളൂ, മറ്റവന് ഇഷ്ടം പോലെ വലിയ ആടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ധനവാന്റെ വീട്ടില് ഒരു വിരുന്നുകാരൻ വന്നപ്പോൾ അയലോക്കംകാരൻ്റെ ഒരു പെണ്ണാടിനെ കൊന്ന് കറി വെച്ച് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് കോപാക്രാന്തനായിട്ട് ചാടി എഴുന്നേറ്റു. ആരാണവൻ? നാഥാൻ ചുമ്മാ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു. ആ മനുഷ്യൻ തകർന്നുപോയി. മറുപടി അതാണ് 12-ാം അധ്യായം 13-ാം വാക്യം. 2 ശമൂവേൽ 12-13 വായിക്കേ. ദാവീദ് നാഥാനോട്, I have sinned against the Lord. ഞാൻ ഇത്ര മതി, എന്തിനാ ഒത്തിരി? ഞാൻ യഹോവയോട്. വിശുദ്ധിയിലേക്ക് ഉയരാനുള്ള ആദ്യത്തെ പടി സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുകയും
തിരിച്ചറിഞ്ഞാൽ കൺഫസ് ചെയ്യുകയും ചെയ്യണം. സിൻസിയറിറ്റി ഇൻ കൺഫെഷൻ. നമ്മുടെ മാനസാന്തരത്തിന് ഒരു സിൻസിയറിറ്റി വേണം. രണ്ടാമതൊരു ചോദ്യം തിരിച്ചില്ല. തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ യഹോവയോട് ഞാൻ പാപം ചെയ്തു. ദൈവസന്നിധിയിൽ ഏറ്റു പറയാനായിട്ട് വലിയ വിഷമമുള്ള കാര്യമാണ്. എനിക്ക് തെറ്റ് പറ്റിപ്പോയി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ പരാതി പറയാൻ ദൈവസന്നിധി വന്നേക്കുമല്ലേ? നിങ്ങൾ മാനമര്യാദയ്ക്കൊന്ന് ക്ഷമിക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് ക്ഷമിക്കുവാണെങ്കിൽ വിഷയം ഉണ്ടാകും. നിങ്ങൾ പറയാൻ വന്നേക്കുന്ന വിഷയം ഉണ്ടാകുമായിരുന്നു. വിഷയം എന്തും ആയിക്കോട്ടെ, എനിക്ക് നല്ല ഉറപ്പാണ് 90% അല്ലാത്ത വിഷയങ്ങളുണ്ട്, നമ്മുടെ തെറ്റുകൊണ്ടല്ലാത്ത. പക്ഷേ നമ്മൾ ഇൻവോൾവ്ഡാണ്, അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ജീവിതത്തിലുണ്ടായ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഞാൻ ഉത്തരവാദിയാ. ആണോ? ആണോ ഇല്ലയോ? പറ. നിങ്ങൾ സമയത്തെ അത് ധനവിനിയോഗം ആയിക്കോട്ടെ, നിങ്ങളുടെ സാമ്പത്തികമാണോ വിഷയം? എങ്ങനെ ഈ പ്രതിസന്ധി ഉണ്ടായേ? എങ്ങനെ ഈ പ്രതിസന്ധി ഉണ്ടായേ? നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം ഉണ്ടായത് എങ്ങനെ? നിങ്ങൾ വരുത്തി വെച്ചതാ 95%. അല്ലാതൊക്കെ ഉണ്ടായത് വിരലിലുണ്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ വരുത്തി വെച്ച് നമ്മുടെ ഉത്തരവാദിത്വമില്ലായ്മ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനായിട്ടല്ല. രാവിലെ തിരിച്ചറിയണം, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ധാരാളം. ഞാൻ യഹോവയോട് പാപം ചെയ്തു. മോനെ, നീ പരീക്ഷയ്ക്ക് ജയിച്ചോടാ? അപ്പന്റെ ചോദ്യം. മോന്റെ ഉത്തരം, അയ്യോ അപ്പ, അയലൊക്കത്തെ അജിയും ബിജിയും സജിയും എല്ലാം. അപ്പന്റെ ചോദ്യം എന്നാ? നീ ജയിച്ചോടാ. ഇവന്റെ ഉത്തരം എന്നാ? അയലൊക്കത്തെ അജിയും ബിജിയും സജിയും എല്ലാം തോറ്റു, ഞാനും. എടാ നീ ജയിച്ചോന്നാ ചോദിച്ചേ. എടാ 100 പേര് തോറ്റാലും നീ ജയിക്കുവോ? 100 പേര് തോറ്റാലും നീ ജയിക്കുവോ? നമ്മുടെ പ്രതിസന്ധി, നമ്മുടെ പ്രശ്നം അതൊന്ന് ഏറ്റുപറയാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. യഹോവ കയീനോട് ചോദിച്ചു, അല്ലേ, നിന്റെ സഹോദരൻ എവിടെ? ലോർഡ്, ഐ വാസ് ഷോർട്ട് ടെമ്പേർഡ്, ഫോർഗീവ് മീ. ആണോ? കർത്താവേ, എനിക്ക് കോപം വന്നുപോയി, ക്ഷമിക്കണം. ഇതാണോ കയീൻ പറഞ്ഞേ? കയീൻ എന്നാ പറഞ്ഞേ? ആം ഐ ദ കീപ്പർ ഓഫ് മൈ ബ്രദർ? ഞാൻ എൻ്റെ സഹോദരന്റെ മറുതലിക്കുന്ന സംഭാഷണം. മറുതലിപ്പിന്റെ ആത്മാവുമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് പരിഹാരം കണ്ടെത്താൻ വന്നേക്കുക. മറുതലിപ്പിന്റെ ആത്മാവുമായിട്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമെന്ന് പ്രാർത്ഥിക്കാൻ വന്നേക്കുക. മറുതലിച്ച് 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 സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാതെ സ്വന്തം തെറ്റുകൾ ഓയിൻമെന്റ് വെച്ച് മൂടി കട്ട് ചെയ്ത് ദൂരെ കളയണം. സർജറി ചെയ്യേണ്ടത് സർജറി ചെയ്യണം. ദാവീദിന്റെ ജീവിതത്തിൽ തെറ്റുപറ്റി. തിരിച്ചറിഞ്ഞപ്പോൾ ദൈവമേ, എന്നോട് ഞാൻ യഹോവയോട് പാപം ചെയ്തു. ഇന്ന് പുതുപ്പള്ളിപ്പള്ളിയിൽ ഇരുന്ന് പറയണം, എൻ്റെ തമ്പുരാനെ, എനിക്ക് പാപം സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ. സിൻസിയറിറ്റി ഇൻ കൺഫെഷൻ. ദാവീദ് വിശുദ്ധിയിലേക്ക് ഉയരാനായിട്ടുണ്ടായ സാഹചര്യം അതായിരുന്നു. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധി ഏറ്റുപറയാൻ തക്കവണ്ണം സാധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഈ ശൗലിൻ്റെ ജീവിതവുമായിട്ട് ചേർത്ത് നമുക്കൊന്ന് നോക്കുകയും കൂടെ ചെയ്യാം. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട്. 1 ശമൂവേൽ 15-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിൽ അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇതാണ്. ശൗലിൻ്റെ ജീവിതത്തിൽ യഹോവയായ ദൈവം ശൗലിനോട് കൽപ്പിച്ചു. ദാവീദിന് മുമ്പേ രാജാവാണ് ശൗല്. രാജാവായിട്ടിരിക്കുന്ന ശൗലിൻ്റെ ജീവിതത്തിൽ യഹോവയായ ദൈവം കൽപ്പിച്ചു, നീ അമാലേക്കിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് പോവുകയാണ്. അവിടെ യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് ആ അമാലേക്കിനെ മുഴുവൻ നീ എന്നാ ചെയ്യണം? സംഹരിച്ചു കളയണം, നശിപ്പിച്ചു കളയണം. അവിടെ നല്ല മുഴുത്തതും പഴുത്തതും ഗുണമുള്ളതും ഒക്കെ കാണും. ഒന്നും എടുത്ത് തന്നെ ചെയ്യരുത്, പോക്കറ്റിലിടല്ലേ. മര്യാദയ്ക്കെല്ലാം തകർത്തേച്ച് പോരണമെന്ന് പറഞ്ഞു വിട്ടതാ. പക്ഷേ ശൗൽ അങ്ങനെ ചെന്നു. യഹോവ വിജയമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനാണ് ശൗല് നോക്കിയപ്പം ഞാനീ പറഞ്ഞ പോലെ മുഴുത്തതും പഴുത്തതും ഗുണമുള്ളതും ഒക്കെ കണ്ടു. ശൗൽ എന്നാ ചെയ്തു? എല്ലാം എടുത്ത് പോക്കറ്റിലിട്ടു. വണ്ടിക്കൊക്കെ കയറ്റി ഇവിടെ കൊണ്ടുവന്നു. കുതിര വാഹനത്തിലൊക്കെ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ചു.
അതിങ്ങനെ എല്ലാം മൂടി വെച്ചേക്കുക, തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് പ്രവാചകൻ ശമൂവേൽ പ്രവാചകൻ വരുന്നത്. അപ്പോൾ ശമൂവേൽ പറയുന്നതായ കാര്യമാണ് വാക്യം, നമുക്ക് സമയം കുറവായതുകൊണ്ട് ശമൂവേൽ പറയുന്നതായ കാര്യം 13-ാം വാക്യം ഒന്ന് വായിച്ചു. ശൗലവനോട് ഈ തെറ്റുകളെല്ലാം ചെയ്തിട്ട് അത് മൂടി വെച്ചിട്ട്, തെറ്റുകളെല്ലാം മൂടി വെച്ചിട്ട് ശൗല് നല്ല ഒന്നാന്തരം ഒരു ഗ്രീറ്റിംഗ് അങ്ങ് കൊടുത്തു ശമൂവേൽ പ്രവാചകന്. യഹോവയാൽ നീ, ഗോഡ് ബ്ലസ് യു, യു ആർ ബ്ലസ്ഡ് ബൈ അവർ ഗുഡ് ലോർഡ് ഓൾമൈറ്റി. പോരെ, നല്ല ഒന്നാന്തരം ഒരു ഗ്രീറ്റിംഗ് അങ്ങ് കൊടുത്തു. ബാക്കി സമയ ചുരുക്കം കൊണ്ട് പെട്ടെന്ന് സമയം പോകില്ല എന്ന് ഓർത്തിട്ട് ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കും. സത്യത്തിൽ പുള്ളി ചെയ്ത് തന്നെ ഇത് മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് വെച്ചേക്കുക. വെച്ചിട്ട് ശമൂവേൽ പ്രവാചകൻ മുഖത്ത് നോക്കി കള്ളത്തരം പറഞ്ഞു. ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, ഇന്ന് പുതുപ്പള്ളി വന്ന് ഒറ്റ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പോസ് ചെയ്തു. ഇന്ന് പുതുപ്പള്ളി വന്ന് നമ്മുടെ പ്രശ്നവും പ്രതിസന്ധിയും ഒക്കെ നമ്മളെ തന്നെ സ്വയം നീതീകരിച്ച് എല്ലാം ദൈവാനുഗ്രഹം എനിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരോടൊരു വാക്ക്, നമ്മൾ നമ്മുടെ തെറ്റുകളെ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ, അതാണ് നമ്മുടെ വിഷയം. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാതെ പാത്രമറിഞ്ഞേ വിളമ്പാവൂന്ന, വിളമ്പി കിട്ടാത്തതിൻ്റെ കാര്യം ഈ പാത്രം ഒന്ന് ശരിയാക്കണം. യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കള്ളത്തരം പറഞ്ഞ ശൗലിനോട് അടുത്ത വാക്യം 14-ാം വാക്യം ഇനിയും വായിച്ചു. അതിന് ശമൂവേൽ, എന്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കറയും എന്താ എന്ന് ചോദിച്ചു. അമാലേക്കിന്റെ സംസ്ഥാനത്ത് നിന്ന് നീ അടിച്ചു മാറ്റി കൊണ്ടുവന്നേക്കുന്ന ആടുകളുടെ ഈ കരച്ചിലും കാളകളുടെ മുക്കറയും എന്തെന്ന് ചോദിച്ചു. നമ്മളിങ്ങനെ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാരെയും. ഞങ്ങൾ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചു എന്ന് വീമ്പടിക്കുക. പക്ഷേ പ്രവാചകൻ ചോദിക്കുന്നു, നിന്റെ ജീവിതത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ആടുകളുടെ ഈ കരച്ചിലും കാളകളുടെ മുക്കറയും എന്ത്? ഉത്തരം പറഞ്ഞിട്ടേ പോകാവൂ. പുതുപ്പള്ളി നിന്ന് ഇന്ന് ഉത്തരം പറഞ്ഞിട്ടേ പോകാവൂ. ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി. ദാവീദിനെ പോലെ ഏറ്റുപറയാൻ സാധിക്കണം. അലറിക്കരഞ്ഞ ദാവീദിനെ പോലെയാകണം. ശൗൽ പറഞ്ഞില്ല. എന്ത് സംഭവിച്ചു എന്നറിയാമോ? നിങ്ങൾ ഈ സമയ ചുരുക്കമായതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ശമൂവേൽ പ്രവാചകന്റെ ആദ്യത്തെ പുസ്തകം അവസാന ഭാഗം, രണ്ടാമത്തെ പുസ്തകം ആദ്യ ഭാഗം വായിച്ചു നോക്കിയാൽ മതി. ശൗല് തന്നെ നിഗ്രഹിക്കാൻ തക്കവണ്ണം ഒരു വാള് പിടിച്ച് അതിന്മേൽ വീണു. ഒന്നാമത്തെ അധ്യായം അങ്ങനെ അവസാനിക്കുന്നത്, സ്വയം ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ വായിക്കുന്നത്. പക്ഷെ രണ്ടാമത്തെ അധ്യായം തുടക്കത്തിൽ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ ദാവീദിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അവൻ വാളിൽ വീണ് കിടന്നു, പക്ഷെ അവന്റെ ജീവൻ പോയില്ല. ഇവനിങ്ങനെ പ്രയാസപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വാളും കൊണ്ടെന്റെ തല അറുത്തുകളെ. അങ്ങനെ ഞാൻ അവനെ വെട്ടി. അതാരായിരുന്നെന്നറിയാം? അതൊരു അമാലേക്യനായിരുന്നു. ശൗലിനോട് ദൈവം തമ്പുരാൻ പറഞ്ഞതാണ്, അമാലേക്കിനെ ജീവനോടെ വെച്ചേക്കരുത്. നീ സംരക്ഷിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ, നീ സംരക്ഷിച്ച അമാലേക്യർ, നീ സംരക്ഷിച്ച് കയ്യിൽ ആക്കി വെച്ച ആടുകളുടെ കരച്ചിൽ, കാളകളുടെ മുക്കറ, അമാലേക്കിന്റെ ജീവിതം, അതൊക്കെ നിന്റെ രാജ്യത്വത്തെയും നിന്റെ ജീവിതത്തെയും തന്നെ നശിപ്പിക്കുന്നതായി തീരും. ദാവീദിനെ പോലെ ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി. ഏറ്റുപറയണം പ്രിയമുള്ളവരെ. വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് ആദ്യം വേണ്ടത് ഈ ഏറ്റുപറച്ചിലാണ്. രണ്ടാമതായിട്ട് നമ്മളിവിടെ കാണുകയാണ്, അൻപത്തഞ്ചാം സങ്കീർത്തനം 17-ാം വാക്യം, സാംസ് 55 വേഴ്സ് നമ്പർ 17. എന്താണ് ദാവീദിന്റെ ജീവിതത്തിൽ വിശുദ്ധിയിലേക്ക് ഉയർത്തിയ രണ്ടാമത്തെ ഘടകം? ഒന്നാമത്തെ കണ്ടത് സിൻസിയറിറ്റി ഇൻ കൺഫെഷൻ. ദാവീദിന്റെ ജീവിതത്തിൽ അതുണ്ടായി, ശൗലിന്റെ ജീവിതത്തിൽ അതുണ്ടായില്ല എന്നാണ് നമ്മൾ കണ്ടത്.
യഥാർത്ഥമായിരിക്കുന്ന മാനസാന്തരം എനിക്കും നിങ്ങൾക്കും ദാവീദിനെ പോലെ ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി എന്ന് ഏറ്റു പറയണം. പാപം തിരിച്ചറിയണം, ഏറ്റു പറയണം. 2, സിൻസിയറിറ്റി ഇൻ വർഷിപ്പ്. 55:17 വായിച്ച്. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച്, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടോ എന്നാണോ പറഞ്ഞേ? നിങ്ങൾ ഈ വേദവസം വായിക്കാൻ അതിന്റെ ഫ്രൈസസ് എല്ലാം നോക്കണം കേട്ടോ. എപ്പോഴാണ് തുടങ്ങുന്നേ പ്രാർത്ഥന? വൈകുന്നേരം. ഓർത്തഡോക്സ് ലിറ്റർജിക്കൽ ഡേ തുടങ്ങുന്ന എപ്പോഴാ? വൈകുന്നേരം സന്ധ്യാനമസ്കാരത്തോടു കൂടി. 119 സങ്കീർത്തനം 164 വാക്യം, 119, 164 എന്താണെന്നറിയാമോ? നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 വട്ടം 7 നേരം നിന്നോട് പ്രാർത്ഥിക്കുന്നു. യാമപ്രാർത്ഥനകളുടെ തുടക്കം, സ്റ്റാർട്ടിങ് വൈകുന്നേരം. എന്തുകൊണ്ടാണെന്നറിയാമോ? സൃഷ്ടികളുടെ വിവരണം നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ 1-ാം ദിവസത്തെ പറ്റി പറയുന്ന രാവിലെയായി വൈകിട്ടായി 1-ാം ദിവസം നമ്മൾ പറഞ്ഞേ, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും, സന്ധ്യ തൊട്ട് 9-ാം മണി നമസ്കാരം വരെ സങ്കടം ബോധിപ്പിച്ച് കരയും. സിൻസിയറിറ്റി ഇൻ വർഷിപ്പ്. ആരാധനയിൽ ഒരു സിൻസിയറിറ്റി ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. ദാവീദ് എപ്പോഴും സങ്കടം ബോധിപ്പിച്ച് എന്നാ ചെയ്യുമെന്നാ പറഞ്ഞേ? പ്രാർത്ഥിക്കുമെന്നാണോ പറഞ്ഞേ? കരയണം. പ്രിയമുള്ളവരെ, ഈ സ്വർണം ഗുളുകുളാകുന്ന എടുക്കണമെങ്കിൽ, വിശുദ്ധിയാക്കി എടുക്കണമെങ്കിലുള്ള മാർഗം എന്താ ഉള്ളൂ? കരച്ചിലേ ഉള്ളൂ. കണ്ണുനീരിൽ മാത്രമേ ഇത് കഴുകി ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. കരയണം. കരച്ചിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. സിൻസിയറിറ്റി ഇൻ വർഷിപ്പ്. ആരാധനയിൽ കണ്ണുനീരോടെ ആരാധിക്കണം. മറ്റുള്ളവരെ പഴിയാരുന്നത് പ്രാർത്ഥനയല്ല. മറ്റുള്ളവരുടെ കുറ്റം നിങ്ങൾ ഈ കണ്ടിട്ടില്ലേ? സന്ധ്യയ്ക്ക് ചർച്ച നടത്തുന്ന സമയം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ മറുപടി തന്നെ അവരുടെ, നമ്മുടെ പ്രശ്നമല്ല, മറ്റുള്ളവർ ഭരിച്ചപ്പോൾ ഇതിനേക്കാളും വലിയ അണികളൊക്കെ ഹാപ്പി, നമ്മളെല്ലാവരും ഹാപ്പി, ഓൾ ഹാപ്പി. പ്രിയമുള്ളവരെ, നമ്മുടെ സങ്കടം ബോധിപ്പിച്ച് ദൈവസന്നിധിയിൽ കരയാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ആദ്യത്തേതുമായിട്ട് ചേർന്ന് തന്നെ വരുന്ന നമ്മുടെ തെറ്റുകളെ 103-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെ വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ താഴോട്ട് വായിക്കുമ്പോൾ അവൻ നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കും. നമ്മുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങളെല്ലാം മാറുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മൾ വിശുദ്ധിയുള്ളവരായിത്തീരും. 32-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചു തുടങ്ങി. 32-ാം സങ്കീർത്തനം 32. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ബാക്കി, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. നിങ്ങളിപ്പം CT MRI എടുത്തിട്ടൊന്നും ഉത്തരവില്ലാത്ത ചില പ്രശ്നങ്ങൾ, ചില ഭാരം, ചില വേദനയൊക്കെ ഇല്ലേ, അതെല്ലാം മാറാനുള്ള മരുന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി വായിച്ചേ. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിക്കുമെന്ന് ഞാൻ മറച്ചതുമില്ല. ഞാൻ നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നാ പറ്റി? അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ഓരോ ആരാധനയിൽ സംഭവിക്കേണ്ട കാര്യം ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സിൻസിയറിറ്റി ഇൻ വർഷിപ്പ്. ആരാധന അത് കൃത്യമായിട്ട് നടക്കണം. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു എങ്ങനെ ആരാധന നടത്തേണ്ടത്. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു, പെട്ടെന്ന് വായിച്ചു. റോമർ 12:1. നിങ്ങൾ സഹോദരന്മാരെ, നിങ്ങൾ വാക്യം അറിയത്തില്ലേ? ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. ഇത് ആരാധന. നമ്മുടെ ശരീരം ദൈവസന്നിധിയിൽ
യാഗമായി സമർപ്പിക്കും. ഇതെല്ലാം ആദ്യം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളുമായിട്ട് ചേർത്ത് വരുന്ന, ഞാനെല്ലാം വിശദീകരിച്ച് പോകുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധന. നമ്മൾ ഈ ആരാധന നടത്തുമ്പം സിൻസിയറിറ്റി ഇൻ വെർഷിപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാവീദ് 3 നേരവും 7 നേരവും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കണമെന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആരാധന നടത്തുമ്പോൾ എങ്ങനെ ആരാധിക്കേണ്ടത്? നമ്മൾ പറയും നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ്, ഈ 3 കാര്യങ്ങൾ കൂടുന്നതാണല്ലോ ഒരു മനുഷ്യൻ. അതിനകത്ത് ആരാധന നടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? ശരീരം കൊണ്ടാണോ ആരാധിക്കേണ്ടത്? ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ടാണോ ആരാധിക്കേണ്ടത്? അതോ ആത്മാവ് കൊണ്ടാണോ ആരാധിക്കേണ്ടത്? ഇപ്പൊ നിങ്ങളൊരു പാട്ട് പാടും, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ ആരാധനയ്ക്കു യോഗ്യനെ. അപ്പൊ നമ്മുടെ ചിന്ത ആത്മാവിൽ ആരാധിക്കണം എന്നുള്ളതാണ്. കുഴപ്പമൊന്നുമില്ല, ആത്മാവിൽ ആരാധിക്കുന്നതിന് എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ പോരാ. 1 കൊരിന്ത്യർ 14 അധ്യായം 15 വാക്യം വായിക്കേ. 1 കൊരിന്ത്യൻ ചാപ്റ്റർ 14 വേഴ്സ് നമ്പർ 15. ആകയാൽ എന്ത്? അതൊന്ന് വായിച്ചു, അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. പുതുപ്പള്ളി വരുന്നവര് ഇനി ആരാധനയെ പറ്റിയും വിശുദ്ധന്മാരെ പറ്റിയും ഒന്നും ഒരു സംശയവും ഇല്ലാത്തവരായിരിക്കണം. അതുകൊണ്ട് 1 കൊരിന്ത്യർ 14:15, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവിൽ മാത്രം പ്രാർത്ഥിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ആത്മാവ് കൊണ്ട് മാത്രം പോരാ, എന്നാ കൊണ്ട് വേണം? ബുദ്ധി എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. അതാ ബുദ്ധി. എന്താ? ശരീരവും മനസ്സിന്റെയും കൂടെ സംയോജന ബുദ്ധി. അതുകൊണ്ട് ശരീരവും മനസ്സും കൂടെ ആരാധനയിൽ പങ്കെടുക്കണം. ബാക്കി കൂടെ വായിക്കണം കേട്ടോ. ഇപ്പൊ വായിച്ചതിന്റെ ബാക്കി വായിക്കണം. ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. അടുത്തത്, ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. പാട്ടും പ്രാർത്ഥനയും എല്ലാം ആത്മാവിലും ബുദ്ധിയിലും ശരീരത്തിലും മനസ്സിലും നടക്കണം, ആത്മാവിലും നടക്കണം. ഈ 3 തലങ്ങളും ആരാധനയിൽ പങ്കെടുക്കണം. ആത്മാവിൽ മാത്രം ഇരുന്ന് യേശുവേ സ്തോത്രം, ഹൽമ ഹൽമ, ഹൈസ്ത ഹൈസ്ത ഒക്കെ പറഞ്ഞാൽ പോരാ. ബുദ്ധിയോടുകൂടി ആരാധിക്കണം. ബുദ്ധി ദൈവം നൽകിയിരിക്കുന്നത് ആരാധനയ്ക്ക് അത് വേണം, അവശ്യ ഘടകമാണ്. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചു, ആത്മശരീര മനസ്സുകളാം എന്നുടെ തിരുമുൽ കാഴ്ചകളെ താതസുതാശ്വാസപ്രദനേ അൻപൊടു കൈക്കൊണ്ടിടണമേ. ആത്മ, ശരീര, മനസ്സുകൾ ഇതെല്ലാം ആരാധനയിൽ പങ്കെടുക്കണം. ഇതാ ബുദ്ധിയുള്ള ആരാധന. ബുദ്ധി വേണം. ചുമ്മാ എങ്ങനെയും ഒരു ഹാലൂസിനേഷനിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, ആരാധിച്ചാൽ പോരാ. ബുദ്ധിയോടുകൂടി ആരാധിക്കണം. ബുദ്ധി കൊണ്ട് പാടണം, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കണം. അതാണ് ബുദ്ധിയുള്ള ആരാധന. അതാണ് നമ്മൾ അത് ഒരു കൃത്യസമയത്ത് വന്നു. സിംബോളിക് റെപ്രസെൻറ്റേഷനൊക്കെ ഇവിടെ കാണുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചു ഓരോ കാര്യങ്ങളും അത് മനസ്സിലാക്കി, അല്ലേ? നമ്മുടെ ശരീരം അതിൽ പങ്കെടുക്കണം, വേണ്ടേ? അത് മണക്കണം, അത് ശ്രവിക്കണം, അത് കാണണം, അത് രുചിക്കണം. യഹോവ നല്ലവനെന്ന് എങ്ങനെ അറിയുന്നേ? രുചിച്ചറിയുന്നത് എങ്ങനെ? ധൈര്യമായിട്ട് പറ. വായ തുറന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ, ദശേന്ദ്രിയങ്ങൾ, ആത്മാവിന്റെ 5 ഇന്ദ്രിയങ്ങൾ സകലതും ആരാധനയിൽ പങ്കെടുക്കുക. ഇതാ ബുദ്ധിയുള്ള ആരാധന. ഞാൻ പറയും ഓർത്തഡോക്സുകാരുടെ ആരാധന ബുദ്ധിയുള്ള ആരാധന. പക്ഷേ അതിൽ പങ്കെടുക്കുന്നവർക്ക് പലപ്പോഴും എന്നാ ഇല്ല, ഞാൻ പറയുന്നില്ല. വേണം, ബോധ്യം വേണം. പിതാക്കന്മാർ നമുക്ക് നൽകിയിരിക്കുന്നു. അത് ബുദ്ധിയുള്ള ആരാധന കൃത്യമായി അണയ്ക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അവസാന ഭാഗം, മൂന്നാമതായിട്ട് ദാവീദിന്റെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് കണ്ടത്? ദാവീദിന്റെ ജീവിതത്തിൽ വിശുദ്ധിയിലേക്ക് ഉയരാൻ. ഒന്ന്, സിൻസിയറിറ്റി ഇൻ കൺഫെഷൻ എന്ന് പറഞ്ഞാൽ അനുതാപത്തിന്റെ ആത്മാർത്ഥതയുള്ള അനുതാപം. രണ്ടാമതായിട്ട് കണ്ടത് സിൻസിയറിറ്റി ഇൻ വർഷിപ്പ്, ആത്മാർത്ഥമായ ആരാധന. പ്രാർത്ഥന എന്ന് ചുരുക്കിക്കളയരുത്. പ്രാർത്ഥനയും പാട്ടും കൗദാശി കർമ്മങ്ങളും എല്ലാം ചേരുന്നതിന് വർഷിപ്പ്, ആരാധന എന്ന വാക്ക് ഉപയോഗിക്കുക. ആരാധന, അതിന് സിൻസിയറിറ്റി ദാവീദിന്റെ ജീവിതത്തിൽ വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുമായിരുന്നു. അതിൽ ആത്മാർത്ഥമായി പങ്കെടുത്തു. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ കൗദാശി കർമ്മങ്ങളെല്ലാം നമുക്ക് ലഭ്യമായിരിക്കുന്നു. അതിൽ ആത്മാർത്ഥമായി പങ്കെടുക്കാൻ തക്കവണ്ണം സാധിക്കണം. മൂന്നാമതായി ഒരു കാര്യം കൂടി ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് കാണാം. ദാവീദിനെയും വിശുദ്ധിയിലേക്ക് ഉയർത്തിയ ഒരു കാര്യം,
ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 24 വേഴ്സ് നമ്പർ 14. 1 ശമൂവേൽ 24:14. 1 ശമൂവേൽ 24:14. ഇതിന് ദാവീദിന്റെ ജീവിതത്തിലുണ്ടായ വലിയ പ്രതിസന്ധിയായിരുന്നു. ശൗല് എപ്പോഴും ദാവീദിനെ ഓടിക്കും, എവിടെ കിട്ടിയാലും വെട്ടിക്കൊല്ലാൻ നടക്കുക. കാര്യം എന്താണെന്നറിയാവോ? ഫെലിസ്തീനായിരിക്കുന്ന ഗോലിയാത്തിനെ ദാവീദ് ഒരു കവണ കൊണ്ട് കല്ലും കൊണ്ട് കൊന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടെ സുന്ദരിമാർ, ഇസ്രായേൽ കന്യകമാരെല്ലാവരും കൊണ്ട് ഒരു പാട്ട് പാടി. എന്നായിരുന്നു പാട്ട്? ശൗലിന് വലിയ സന്തോഷമായി. എടാ, ശൗലിന്റെ കാര്യമൊക്കെ പാടുന്നുണ്ടല്ലോ. ശൗൽ 1000 കൊന്നു, ദാവീദോ സംഭവം മാറി. കുശുമ്പ്, കുന്നായ്മ, അസൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ കുശുമ്പും കുന്നായ്മയും കൊണ്ടല്ലേ ഈ പ്രതിസന്ധി മുഴുവനും. ആ അമ്മായിമ്മയോടും നാത്തൂനോടും മക്കളോടും കൊച്ചുമക്കളോടും മര്യാദയ്ക്കൊന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ശൗലിങ്ങനെ ഓടിക്കുക ദാവീദിന്. അങ്ങനെ ദാവീദ് അവസാനം ഒരു ഗുഹയിൽ കയറിയപ്പോഴത്തേന് അവിടെ ആര് കിടന്നുറങ്ങുന്നു? അവിടെ ശൗല് കിടന്നുറങ്ങുന്നു. എന്നാൽ ദാവീദിന്റെ കൂടെയുള്ള പടനായകന്മാർ പറഞ്ഞ് തട്ടിയേക്കാൻ പറഞ്ഞു. പുള്ളി ദാവീദ് പറഞ്ഞു, ഞാൻ ചെയ്യുകയല്ല, യഹോവയുടെ അഭിഷിക്തന്റെ നേരെ ഞാൻ കൈ ഉയർത്തത്തില്ല. എല്ലാം കാര്യം അത് സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കണം. എനിക്ക് വേണേൽ കൊല്ലാം ഇപ്പം, പക്ഷെ ഞാൻ കൊല്ലുകയില്ല. പക്ഷേ ശൗലിന് അത് മനസ്സിലാകാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ അഗ്രം വിളുമ്പൊന്ന് കണ്ടിച്ച് കയ്യിലെടുത്തു, ഒരു സൂനോറോ പോലെ കൈ കരുതി. എന്നിട്ട് ശൗല് പിന്നീട് പിടിക്കുക. ശൗല് ദാവീദിനോട് ദേഷ്യപ്പെടുന്ന സമയം ദാവീദ് മറുപടി പറയുന്നതായ ചില വാക്കുകളാണ് നമ്മളിപ്പം വായിക്കാൻ പോകുന്നത്. 24:14. ഇനി വായിച്ചേ. ആരെ തേടിയാകുന്നു ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്? ആരെയാകുന്നു പിന്തുടരുന്നത്? ഒരു ചത്ത നായെ, ഒരു ചെള്ളിനെ അല്ലയോ? കണ്ടോ, ഈ സാധനം കൈവച്ചുകൊണ്ട് ദാവീദ് ശൗലിനോട് പറയുകയാണ്, ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന അങ്ങ് ഈ ബലഹീനനായിരിക്കുന്ന എന്നെ അന്വേഷിച്ച് ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ട കാര്യം. അതിനുശേഷം ഇത് കാണിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ കൊല്ലായിരുന്നു, ഞാൻ കൊന്നില്ല. പക്ഷേ അതിന് പറയുന്ന ഈ വിഷയമാണ് നമ്മുടെ ചിന്താ വിഷയമായിട്ട് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്താണ്? ഐ ആം എ ഡെഡ് ഡോഗ്. ഒരു ചെള്ള്, ഒരു ചത്ത നായ. ജീവനുള്ള നായ പോലുമല്ല, ഒരു ചത്ത നായ. അത്രമാത്രം തന്നെ താഴ്ത്തുവാൻ ആർക്ക് സാധിച്ചു? സിൻസിയറിറ്റി ഇൻ ഹ്യൂമിലിറ്റി. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ശകലം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എവിടെയാ? അങ്ങ് കൊമ്പത്താ, നിലത്തും താഴെയൊന്നും അല്ല എന്ന് പ്രായമായവർ പറയും, അല്ലേ? ദാവീദ് എന്നാ പറഞ്ഞു? ഞാനൊരു ചത്ത നായ, ഒരു ചെള്ള്. അതുകൊണ്ട് ആ പുരോഹിതന്മാർ പ്രമേയൻ സ്വരാജ് ചൊല്ലുന്ന സമയത്ത് ഭൂമിയിലെ നിന്ദ്യപൂഴിയായ എന്നെ നിന്റെ തിരുനിവാസ സ്ഥാനത്ത് നിർത്തുവാൻ അയോഗ്യനായിരുന്ന എന്നെ യോഗ്യനാക്കി തീർത്തല്ലോ കർത്താവേ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളൊക്കെ ആയിരിക്കുന്നത് നമുക്ക് പുകഴാനൊന്നുമില്ല. നമ്മൾ ഈ അവസ്ഥയിലൊക്കെയാണ്. വെറും ചെള്ള്, കൃമി, കീടം എന്നാ ഉണ്ട്. ഇപ്പം നേരെ നിൽക്കുന്നു, അടുത്ത നിമിഷം എന്താവും നമുക്ക് അറിഞ്ഞുകൂടാ. നിശ്വാസം അകത്തോട്ടെടുത്തത് പുറത്തോട്ട് വിടാൻ പറ്റുമെന്ന് ഉറപ്പും ധൈര്യമില്ലാത്തവർ. ദൈവത്തിൻ്റെ ദാനം ഞാനായിരിക്കുന്നത് ദൈവകൃപയാലാകും. പക്ഷേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ട കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാം. ദാവീദിന്റെ ജീവിതത്തിൽ ഹ്യൂമിലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പം ധന്യനിൻ പ്രാർത്ഥന മാതാവിനെ പറ്റി പാടിയപ്പോൾ നമ്മൾ പാടി, ആരും ഉയർത്തപ്പെട്ടില്ലതുപോൽ അതിനാൽ സ്പഷ്ടം മറിയാമേ പോൽ ആരും താഴ്മ. പ്രിയമുള്ളവരെ, എത്രമാത്രം ഉയർച്ചയൊക്കെ ദൈവം തരുന്ന നിമിഷ നേരം മതി എല്ലാം തളടിയായി പോകാൻ. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന ദൈവം നിലനിർത്തുന്നതാണ്. യഹോവയിൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ആ സമയത്ത് നമുക്ക് ബോധ്യം വേണം, ദാവീദിനെ പോലെ ഞാനൊരു ചത്ത നായ, ഐ എം നത്തിങ് ബട്ട് എ ഡെഡ് ഡോഗ്. ഞാൻ മറ്റൊന്നുമല്ല, ഞാനൊരു ചത്ത നായ, ഒരു ചെള്ള. ഹ്യൂമിലിറ്റി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ഘടകം. പരിശുദ്ധ ദൈവമാതാവ് പഠിപ്പിക്കുന്നു, ഗീവർഗീസ് അത് പഠിപ്പിക്കുന്നു, പൗലോസ് അത് പഠിപ്പിക്കുന്നു, ദാവീദ് അത് പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തെ ഒന്ന് സ്വയം ശോധന ചെയ്യാൻ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന്. സിൻസിയറിറ്റി ഇൻ
കൺഫെഷൻ എന്ന് പറഞ്ഞാൽ അനുതാപത്തിന് ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി. സിൻസിയറിറ്റി ഇൻ വർഷിപ്പ്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ആരാധനയ്ക്ക് കരയണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം. മൂന്നാമത് കണ്ടു സിൻസിയറിറ്റി ഇൻ ഹ്യൂമിലിറ്റി. അത് സത്യ അനുതാപവും സത്യ ആരാധനയും സത്യമായും താഴ്മപ്പെട്ട സ്വഭാവവും നമ്മളെ വിശുദ്ധിയിലേക്ക് ഉയർത്തും. ആദ്യം കണ്ട ഭാഗങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഓരോ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ, രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഒരു പ്രാവശ്യം കൂടി എടുത്തു പറയുകയാണ്. ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ, വായ തുറന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം യെശയ്യാ പ്രവാചകൻ കണ്ട ദർശനം പോലെ കൊടിലുകൊണ്ട് ദൂതൻ ആ തീക്കനലെടുത്ത് എൻ്റെ വായെ തൊടുവിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണെന്ന് ഒരു ഹ്യൂമിലിറ്റിയോടുകൂടി ഏറ്റു പറഞ്ഞപ്പോൾ, ഈ തീക്കനൽ നിന്റെ നാവിനെ തൊട്ടതിനാൽ നീ ശുദ്ധിയുള്ളവനായിത്തീർന്നു. അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. താഴ്മയോടുകൂടി, കർത്താവേ, നിന്നെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല കർത്താവേ, ഞങ്ങളായിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു. എത്രയോ മനുഷ്യൻ ചത്ത് ജീവിച്ചു, എങ്കിലും നീ ഞങ്ങളെ താങ്ങി അനുഗ്രഹീതമായി നടക്കുവാൻ, ഒരുടുപ്പിനൊരു മറ്റൊരു ഉടുപ്പൂടൊന്നിടാൻ, വൈകിട്ട് സന്ധ്യാനേരത്തൊന്ന് തല ചായ്ക്കാൻ ഒരിടം തമ്പുരാനെ നീ നൽകിയിട്ടുണ്ടല്ലോ. മതി കർത്താവേ. ഞങ്ങളുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഞങ്ങളിന്ന് ഈ ഞങ്ങളുടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം ഞങ്ങൾ തന്നെയാണ്. ഇതൊന്ന് തിരിച്ചറിയണം. നമ്മൾ ദൈവത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ സ്വയം ഒന്ന് തിരിച്ചറിഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ വരുത്തി വെച്ച പ്രശ്നങ്ങൾ അതൊന്ന് തിരിച്ചറിഞ്ഞ് അനുതാപത്തോടുകൂടി ഏറ്റുപറഞ്ഞ് ആ പ്രശ്നം നിങ്ങൾ പരിഹരിക്കണം. ഇത് ഇന്ന് പുതുപ്പള്ളി നിങ്ങൾക്ക് കിട്ടുന്ന സന്ദേശം ഇതാ. ദൈവം അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് സാധിക്കും. അതാ ഇന്നത്തെ സന്ദേശം. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സാധിക്കും. ഞാൻ യഹോവയോട് പാപം ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ എവിടെയാണ്? ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ അതിനെ ബലവത്താക്കിയ ദൈവത്തോട് തിരിച്ചുവിടുന്നു. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ വിഷമിക്കേണ്ട. ദൈവം നിങ്ങൾക്ക് സഹായകനായി കൂടെ ഉണ്ട്. നിങ്ങളൊരു നല്ല തീരുമാനം എടുത്താൽ മതി. എൻ്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ തക്കവണ്ണം ഞാൻ മുന്നിട്ടിറങ്ങും. ഇനി എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ഞാൻ ശ്രമിക്കും. അത് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം ജീവിതത്തിൽ ഉണ്ടാകണം. ജീവിതത്തിൽ ഡിസിപ്ലിൻഡായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തണം. കുടുംബം അനുഗ്രഹീതമായിട്ട് നോക്കണം. അതൊക്കെ നമ്മുടെ വലിയ റെസ്പോൺസിബിലിറ്റി. ഇതൊന്നും കർത്താവ് കയ്യെ പിടിക്കുകയല്ല, വന്ന് പിടിക്കത്തില്ല. ആദാം പഴം പറിച്ചപ്പോൾ പിന്നെ ആദ്യമേ പോയി കർത്താവിന് കയ്യെ പിടിച്ചാൽ മതിയായിരുന്നല്ലോ. ഫ്രീ വിൽ. ഇതോടുകൂടിയ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. പ്രതിസന്ധിയല്ല, കൊപ്രാക്കൊള്ളി എല്ലാം ഉണ്ടാക്കി വെച്ചേച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൊപ്രാക്കൊള്ളി ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാ ഇന്നത്തെ സന്ദേശം. അത് കേൾക്കണം. ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിക്കണം. ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കണം. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. നിങ്ങൾക്കാ ചെയ്യാനുള്ളത്. അത് വൃത്തിയായിട്ട് ചെയ്യുമ്പം ദാവീദിന്റെ ജീവിതവും ഈ വിശുദ്ധന്മാരുടെ എല്ലാം ജീവിതം എടുത്താലേ അവർ യഥാർത്ഥ അനുതാപമുള്ളവരും സത്യാരാധന നടത്തുന്നവരും താഴ്മയുള്ളവരും ഒക്കെ ആയിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണം. പ്രയാസങ്ങൾ മാറും, പ്രതിസന്ധികൾ മാറും. എല്ലാത്തിനും തരണം ചെയ്യാനുള്ള ശക്തി ദൈവം തരും. ആരും താളടിയായി പോകത്തില്ല. മനുഷ്യർക്ക് നടപ്പല്ല. ഒരിക്കൽ കൂടി മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ അവൻ പരീക്ഷയോടുകൂടി ഇന്നിവിടെ സങ്കടത്തോടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പോക്കുവഴിയുണ്ട്. പക്ഷെ അതിനകത്ത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് വളരെ പോസിറ്റീവായിട്ട് ദൈവസന്നിധിയിൽ റെസ്പോണ്ട് ചെയ്യാൻ തക്കവണ്ണം അനുതാപമുള്ള ഹൃദയം ഉണ്ടാകുവാൻ, മനസാന്തരം ഉണ്ടാകുവാൻ, സത്യാരാധനയിൽ സംബന്ധിക്കുവാൻ, നമ്മൾ താഴ്മയുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം, അങ്ങനെ വിശുദ്ധിയിലേക്ക് ഉയരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എനിക്ക് ഇന്ന് ഇങ്ങനെ ഇവിടെ അവസരം നൽകിയത് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ആൻഡ്രൂസ് അച്ഛൻ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി ട്രസ്റ്റി സെക്രട്ടറി, ഇന്നത്തെ പ്രാർത്ഥനാ യോഗത്തിൻ്റെ കൂട്ടായ്മയുടെ ചുമതലക്കാർ, വചനം കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെയും കൂടി ഓർത്ത് പ്രാർത്ഥിക്കണമേ. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.